الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സൂറത്തു ഖാഫിൽ എന്നുള്ള 5 ആയത്തുകൾ നമ്മൾ വായിച്ചു. ഇനി 6-ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. അതില് 5-ാമത്തെ ആയത്ത് നമ്മുടെ സവിശേഷമായ ശ്രദ്ധ പതിയേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, അഹ്ലുൽ ഹഖ്, അവരുടെ കാര്യം വളരെ വാളിഹായിരിക്കും. സത്യത്തിന്റെ ആളുകൾ, അവരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കും. അവരുടെ കാര്യങ്ങൾ ഇസ്തിഖാമത്തിലായിരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. അവരുടെ കാര്യങ്ങളിൽ എവിടെയും ഒരു അവ്യക്തത ഉണ്ടാവില്ല, എവിടെയും ഒരു വക്രത ഉണ്ടാവില്ല. അതിനുള്ള കാരണം അത് ഹഖിന്റെ സ്വഭാവമാണ്. അത് ഹഖിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് സാധാരണ അറബിയിൽ വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, അൽ ഹഖു അബ്ലജ് വൽ ബാത്തിലു ലജ്ലജ് എന്ന് പറയാം. അത് അറബിയിൽ പറഞ്ഞു വരുന്ന ആയത്തു ഹദീസോ അല്ലെങ്കിൽ അതുപോലുള്ള ആധാറുകളൊന്നുമല്ല. അത് മിനൽ അംസാൽ, അവരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വാക്യങ്ങളിൽ, പ്രചുരപ്രചാരം സിദ്ധിച്ചിട്ടുള്ള വചനങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഹഖ് അബ്ലജാണ്, വാളിഹാണ്. പകൽ വെളിച്ചം പോലെ സുവ്യക്തമായി കിടക്കുന്ന കാര്യത്തിനാണ് അബ്ലജ് എന്ന് പറയാം. സത്യമാണെങ്കിൽ അത് നേർക്ക് നേരെ അങ്ങ് പറഞ്ഞാൽ തന്നെ കാര്യം ക്ലിയർ ആവും. അതിൽ വളച്ചു കെട്ടേണ്ട യാതൊരു ആവശ്യമല്ല. അപ്പൊ ഒരു വിഷയം സത്യമാണോ അതല്ല അത് ബാത്തിലാണോ എന്ന് തിരിച്ചറിയാൻ സത്യത്തിന് സത്യത്തിൻ്റെതായ ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ലക്ഷണം അത് വാളിഹായിരിക്കും എന്നുള്ളതാണ്. ആ കാര്യം വളരെ ലളിതമായി സിമ്പിളായിട്ട് പറയാനേ ഉണ്ടാവുള്ളൂ. വളച്ചു കെട്ടി വളച്ചു തിരിച്ച് ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല. അതേ സന്ദർഭത്തിൽ വൽ ബാത്തിലു ലജ്ലജ്, ബാത്തിലാണെങ്കിൽ നേരെ മറിച്ചാണ്. അത് അവ്യക്തമായിരിക്കും, അത് വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്നതായിരിക്കും, ആകെ കൂടിക്കുഴഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ബാത്തിൽ, ബാത്തിലിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യത്തിനും വ്യക്തത ഉണ്ടാവില്ല. ഒരു കാര്യവും നേർക്കുനേരെ ആയിരിക്കൂല. അങ്ങനെ വളഞ്ഞ് പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞും തിരിഞ്ഞും ആയിരിക്കും കാര്യങ്ങൾ പോവുക. അതിന് ഒരു വ്യക്തത ഉണ്ടാവില്ല.
ഈ കാര്യം ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇത് വിവിധ ശൈലികളിൽ ആവർത്തിച്ചു പോയിട്ടുണ്ട്. ബാത്തിലിന്റെ ആളുകൾ അവര് ലഫി ഖൗലിൻ മുഖ്തലിഫ്, ഖൗലുൻ മുഖ്തലിഫിലായിരിക്കും. ഒരൊറ്റ വാക്ക് അവർക്കുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ പറയും, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറയും, അത് വേറെ ഒന്നും കൂടി അവരോട് ചോദിക്കുമ്പോൾ ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ ഒരു കാര്യം പറയും. അവർക്ക് ലാ യസ്തഖിറു ലഹു ഖറാർ, ഒരിടത്ത് അവർ ഉറച്ചു നിൽക്കുന്ന പരിപാടിയല്ല. അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നേർക്ക് നേരെ ചൊവ്വെ നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കൂല. അത് ബ്രോക്കൺ ആയിരിക്കും. അത് നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു നേർരേഖ ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല. അവര് എന്ന് പറഞ്ഞാൽ മുത്തഫിഖ്, കുറെ പറഞ്ഞുണ്ടാക്കിയതും കുറെ ഒക്കാത്ത കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും വലിച്ചഴിച്ചു കൊണ്ടുവന്നതും ഒക്കെ ആയിരിക്കും. മറിച്ച് സത്യത്തിന്റെ ആളുകളാണെങ്കിൽ അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ സാബിത്താണ്, ഖൗലുൻ സാബിത്താണ്. കാരണം ഹഖ് അങ്ങനെയാണ്, അത് വാളിഹാണ്, അതിൽ അവ്യക്തതകളില്ല, അത് മുസ്തഖീമാണ്, അത് നേരെ ചൊവ്വയാണ്, അതിൽ യാതൊരു തരത്തിലുള്ള ഇഅ്വിജാജും അല്ലെങ്കിൽ ഇൽത്തിവാഉം അതിൽ കാണാൻ കഴിയില്ല. അത് മുൽത്തരിബല്ല, മരീജല്ല, മറിച്ച് അത് വളരെ ഉറച്ച സത്യങ്ങളായിരിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഫഹും ഫി അംരിൻ മരീജ്, അവര് മരീജായ ഒരു കാര്യത്തിലാണ്. അത് ബാത്തിലിന്റെ സ്വഭാവമാണ്. ബാത്തില് കൈക്കൊള്ളുന്ന ആളുകൾ അവരുടെ അവസ്ഥയും അങ്ങനെ തന്നെയായിരിക്കും. ബൽ കദ്ദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും, മറിച്ച് അവർക്ക് ഹക്ക് വന്നപ്പോ അവർ ആ ഹക്കിനെ, സത്യത്തെ കളവാക്കുകയാണ് ചെയ്തത്. ഫഹും ഫി അംരിൻ മരീജ്, ഹക്ക് അവർ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാത്തിലേ ഉണ്ടാകുള്ളൂ. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ആ ഹക്കിലും അല്ല ബാത്തിലും അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ശൂന്യമായ അവസ്ഥയിൽ ഒരാൾക്ക് നിൽക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ ഇമ്മൽ ഹഖു വമഅ അഹ്ലിഹി വഇമ്മൽ ബാത്തിലു വമഅ അഹ്ലിഹി, ഒന്നുകിൽ സത്യം സത്യത്തിന്റെ ആളുകളുടെ കൂടെ, അല്ലെങ്കിൽ ബാത്തിലിന്റെ ആളുകളുടെ കൂടെ. അതല്ലാത്ത വേറൊരു അവസ്ഥ അല്ല. ഹക്ക് അത് വ്യക്തമാണ്. ആ ഹക്കല്ലാത്ത ബാക്കി കാര്യങ്ങളെല്ലാം ബാത്തിലാണ്. വമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഹക്ക് കഴിഞ്ഞ ബാക്കിയുള്ളതെല്ലാം ബാത്തിലാണ്, ലലാലത്തുകളാണ്. അതുകൊണ്ട് തന്നെ വഴികേടിൽ ഒരാൾ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ വഴികേടിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അമ്രും മരീജിലായി, അവന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ പിന്നെ കൂടിക്കുഴഞ്ഞു കിടക്കുന്നതായി, ഖൗലും മുഖ്തലിഫായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ അവർ പറഞ്ഞത് എന്തൊക്കെ എന്നിവിടെ അതുകൊണ്ടാണ് അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. ഇത് നമ്മൾ വായിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ വെറുതെ അതിലൂടെ അങ്ങ് കടന്നു പോകും. ഐ ബൽ കലാമുഹും അല്ലദീ സ്വദറ മിൻഹും, അവരുടെ കലാമുകൾ, അവരുടെ വാദങ്ങൾ, സംസാരങ്ങൾ. മഖാൽ, കലാം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ സംസാരം എന്നാണ് വാക്കർത്ഥം. അത് ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാളുടെ ആർഗ്യുമെന്റിന് അല്ലെങ്കിൽ ഒരാളുടെ വാദമുഖത്തിന് കലാം എന്ന് പറയും, അല്ലെങ്കിൽ മഖാല് എന്ന് പറയും. മഖാലാത്തുൽ ഇസ്ലാമിയ്യീൻ അബുൽ ഹസൻ അൽ അശ്അരിയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. അപ്പോ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്ന ആളുകൾ അവർ ഓരോ വിഭാഗത്തിന്റെയും വാദമുഖങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മഖാലാത്തുൽ ഇസ്ലാമിയ്യീൻ. അപ്പൊ ഈ മഖാലിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, കലാമിനും അതേ അർത്ഥമുണ്ട്, വാദമുഖങ്ങൾ. അവരുടെ വാദങ്ങൾ അല്ലദീ സ്വദറ മിൻഹു, അവരിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഒരു കാര്യം ഒരിടത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതിനാണ് സ്വദറ എന്ന് പറയാം. ഒരു കാര്യം ഒരിടത്തേക്ക് വന്നു ചേരുന്നതിനാണ് വറദ എന്ന് പറയാം. ആ വാക്ക് അറബികളുടെ നോമഡിക് ലൈഫുമായി ബന്ധപ്പെട്ടതാണ്. അത് രണ്ടും. വറദ എന്ന് പറഞ്ഞാൽ ഒരു മൃഗം അല്ലെങ്കിൽ മനുഷ്യൻ, മൃഗം ഒക്കെ വെള്ള സ്ഥലത്തേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതിനാണ് വുറൂദ്, വറദ എന്ന് പറയാം. ഇന്നതിന് ആ അസ്ലു വാഴയിൽ നിന്ന്
വളരെ വിദൂരത്ത് പോയ കുറെ അർത്ഥങ്ങളാണ്, പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. വറദ, ഇപ്പൊ സാധാരണ ഓഫീസുകളിലൊക്കെ സ്വാദിർ വാരിദ് എന്ന് പറഞ്ഞിട്ട് 2 ഫയല് കാണും. വാരിദ് ഇന്ന്, സ്വാദിർ ഔട്ട്. ഇൻ ഔട്ട് ഫയലുകൾക്ക് മലഫു സ്വാദിർ വൽ വാരിദ് എന്ന് എഴുതിയേക്കുന്നതാണ്. വറദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൃഗം വെള്ളം കുടിക്കാൻ വന്നു, വെള്ളമുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വറദ. വെള്ളത്തിന്റെ അടുക്കിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ ഔറദ. പ്രസിദ്ധമായ വാചകണ്ടല്ലോ, മാഹാകദ തൂറദുൽ ഇബ്ലു യാ സാഇദ് വഔറാദഹു സാഇദുൻ വസാഇദുൻ മുസ്തമിൽ മാഹാകദ തൂറദുൽ ഇബ്ലു യാ സാഇദ്. ഇങ്ങനെയല്ല സായിദ് മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഔറദ. നമ്മൾ പറയുന്ന ആശുറാ താസുആ എന്ന് പറയുന്നത് പോലും ഈ വെള്ളം കുടിപ്പിക്കലുമായി ബന്ധപ്പെട്ട വാക്കാണ്. അത് 9ാമത്തെ തവണ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുവന്നാൽ താസുആ, 10ാമത്തെ തവണ കൊണ്ടുവന്ന ആശുറാ. ഇങ്ങനെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരുടെ മൃഗങ്ങളും മൃഗങ്ങളെ പരിചരിക്കുന്നതും വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും വെള്ളം കുടിച്ചു പോകുന്നതും ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അത് വറദ വെള്ളസ്ഥലത്തേക്ക് വന്നു, സ്വതറ വെള്ളസ്ഥലത്തുനിന്ന് വെള്ളം കുടിച്ച് വെള്ളം വാങ്ങി പോയി. ഇതിനാണ് സ്വതറ എന്ന് പറയാം. അപ്പൊ സ്വതറ ഈ വാക്ക് അവരിൽ നിന്ന് പുറത്തു പോയത്, അവരിൽ നിന്നുണ്ടായത്. കലാമുഹുമല്ലദീ സ്വതറമെന്നും അവരിൽ നിന്നുണ്ടായി തീർന്നിട്ടുള്ള അവരുടെ ഈ വാദമുഖം അത് ഇന്നമാ ഹുവ ഇനാദ്, അത് ഇനാദ് മാത്രമാണ്. ഹുവ ഇനാദ് എന്നാണ്. ഇന്നമ എന്ന് പറയുന്നത് ലിൽ ഹസ്ർ, ഇന്നമന്റെ ഹസ്ർ താലിന്റെ താലിക്ക് എന്നാ പറയാം. ഇന്നമാ ഹുവ അത് ഇനാദുൻ, ഇനാദ് മാത്രമാണ്. അപ്പൊ മാത്രം എന്നുള്ള ഓൺലി എന്ന് നമ്മൾ പറയുന്ന ആ ഹസ്ർ വാചകത്തിൽ 2ാമത് വരുന്നതിനേക്കാ ചേർക്കേണ്ടത്. ഇവിടെ ഹുവ ഇനാദുൻ, ഹുവ മുക്തതയാണ്, അതിലേക്കല്ല കൊടുക്കേണ്ടത്. ഇനാദ് 2ാമത് വന്ന ഇനാദിലേക്കാണ്. അപ്പൊ അത് അവരിൽ നിന്നുണ്ടായ ഈ വാക്ക്, അവരുടെ ഈ വാദമുഖം എന്ന് പറഞ്ഞാൽ അതിന് ഒരു കഴമ്പില്ല. അത് മുജറദു ഇനാദ്, മുജറദു തക്ദീബ്, അത് വെറും കേവലമായ ഇനാദ് മാത്രമാണ്. ഇനാദ് എന്ന് പറഞ്ഞാൽ സത്യത്തോട് മാത്സര്യം കാണിക്കുന്നതിനാണ് ഇനാദ് എന്ന് പറയാം. ഒരു കാര്യം സത്യമാണെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും അത് മറ്റു പല കാര്യങ്ങളാലും അയാളത് അംഗീകരിക്കൂല, അതിനെ തോൽപ്പിച്ച് കളയാം, തോൽപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഈ ഇനാദ്. ഇതിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ അത് അറിയുന്ന ആൾക്കാർക്ക് അടുക്കലാണ് ഇനാദ് ഉണ്ടാകുക. ജൂതന്മാരുടെ സ്വഭാവം അതാണ്. ഉമ്മത്തു ഇനാദ്, അവര് ഇനാദിന്റെ ആൾക്കാരാണ്. കാരണം അവർക്ക് ഹക്ക് അറിയാത്തൊരു പ്രശ്നമല്ല. അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. ഗ്രന്ഥം, മുൻകാലത്ത് ഗ്രന്ഥം നൽകിയിട്ടുള്ള തൗറാത്ത് നൽകിയിട്ടുള്ള തൗറാത്തിന്റെ ആളുകൾ മുഹമ്മദ് നബിനെ അറിയാത്തത് കൊണ്ടാണ്. അവര് മുഹമ്മദ് നബിയെ നിയോഗിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലയളവിൽ അവര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇതാ ഒരു നബി വരാൻ സമയമായിട്ടുണ്ട്, ആ നബി ഞങ്ങളുടെ കൂട്ടത്തിലാണ്, ഇതുവരെ വന്ന നബിമാരൊക്കെ ബനൂ ഇസ്രായേലിലാണ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങളിൽ ആ നബി വന്നാൽ ഞങ്ങളുടെ മുൻകാല ഗ്രന്ഥങ്ങളിൽ ഏടുകളിൽ കാണുന്നതനുസരിച്ച് ആ നബി ലോകം വെട്ടിപ്പിടിക്കും, ഞങ്ങൾക്കാണ് വിജയം, ഞങ്ങൾ മക്കയും മദീനൊക്കെ ഞങ്ങളുടെ കയ്യിലാക്കും എന്ന അറബികളോട് വളരെയധികം ബോസ്റ്റ് ചെയ്തിരുന്ന ഒരു സമയം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവരിൽ ഇപ്പൊ ഒരു നബി വരും എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ആ നബിയെ അള്ളാഹു അറബികളിൽ കൊണ്ടുവന്നത്, ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ കൊണ്ടുവന്നത്. ഇത് അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കി തീർത്തു. ആ നിരാശ ഉണ്ടാക്കി തീർത്തപ്പോൾ അറിയാത്തത് കൊണ്ടല്ല, അവരവരുടെ കൈവെള്ളം അറിയുന്നത് പോലെ, സ്വന്തം മക്കൾ അറിയുന്നത് പോലെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ സത്യവാനാണ്, അള്ളാഹു നിയോഗിച്ചതാണ് എന്ന് തീർത്തും അറിയാഞ്ഞിട്ടല്ല. അപ്പൊ പിന്നെ അതിനെ എങ്ങനെങ്കിലും പറഞ്ഞു തോൽപ്പിക്കണം. അതാണ് ഇനാദ്. അത് അവരുടെ ജീവിതത്തിലുള്ള ഒരു കാര്യമാണ്. സത്യത്തെ കളവാക്കലാണ്. ഈ സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സാധാരണ സത്യം എന്ന് പറഞ്ഞാൽ ഹക്ക് സത്യം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥത്തിന് ഒരുപാട് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാവും. ഇവിടെ പറയുന്ന ഹക്ക് അള്ളാഹ് ഇറക്കി കൊടുത്തിട്ടുള്ള ഹക്കാണ്. അള്ളാഹ് ഇറക്കി കൊടുത്തിട്ടുള്ള ഹക്കിൽ ഏറ്റവും വലിയ ഹക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കാണുന്നത് അത്രയും അള്ളാഹിന്റെ സൃഷ്ടിയാണ്.
നിങ്ങൾ കണ്ണു തുറന്നാൽ, നിങ്ങളുടെ ചെവിയിൽ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ, മനുഷ്യന്റെ ചേതനയിൽ എന്തെങ്കിലും ഒന്ന് അനുഭവപ്പെട്ടാൽ, അറിഞ്ഞാൽ, അനുഭവപ്പെട്ടാൽ, ആ കാര്യങ്ങൾ മുഴുവനും സൃഷ്ടിയാണ്. ആ സൃഷ്ടികൾക്കൊരു സൃഷ്ടാവുണ്ടായിരിക്കണം, അത് അള്ളയാണ്. അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, അവനെ പോലത്തെ വേറൊരുത്തനില്ല, അവന് പങ്കുകാരില്ല, അവന് സഹായികളില്ല, ശുപാർശകരില്ല. അവന് മാത്രം ഇബാദത്ത് ചെയ്തേ പറ്റൂ. അതിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സത്യം, അത് ഏത് സത്യമാണ്? അല്ലദീ, അതിനെക്കുറിച്ച് ബയാൻ ചെയ്യേണ്ടി വന്നു. കൂടുതലൊരു വിവരണം അതിനെക്കുറിച്ച് കൊടുക്കേണ്ടി വന്നപ്പോൾ അതിന് ഇസ്മുൽ മൗസൂല കൊണ്ടുവന്നു. ഹുവ അഅ്ലാ അൻവാഇ സിദ്ഖ്. അത് ഏതൊന്നാണ്? അഅ്ലാ അൻവാഇ സിദ്ഖ്. സിദ്ഖിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഉന്നതമായ സിദ്ഖാണ് അത്. അതിനപ്പുറം വേറൊരു സത്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അപ്പുറം വേറൊരു സത്യമല്ല. ലമ്മാ ജാഅഹും, അത് അവർക്ക് വന്നു കിട്ടിയപ്പോൾ, ഫഹും ഫി അംരിൻ മരീജ്, അവര് അതിനെ കളവാക്കിയെന്ന് മാത്രമല്ല, കളവാക്കിയത് കൊണ്ട് അവർ ബാത്തിലിന്റെ ആളുകളായത് കൊണ്ട് അവരുടെ അവസ്ഥ ഇനി ബാത്തില് ഒരു മനുഷ്യനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ബാത്തിലിന്റെ അഹ്ലുകാരിൽ, അതിന്റെ അവകാശികളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരുടെ കാര്യം മൊത്തം കുഴപ്പമായിരിക്കും. കൂടിക്കുഴഞ്ഞ് കിടക്കായിരിക്കും. മരീജ എന്ന് പറഞ്ഞാൽ ഐ മുഖ്തലിഫ്, അതാണ് അതിന്റെ അർത്ഥം. മറജ്, കൂടിക്കലർന്നു. ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിൽ, അർദ്ധസത്യം, പകുതി സത്യം, പകുതി നുണ, അങ്ങട്ട് ഇങ്ങട്ട് ആകെ കൂടിക്കുഴഞ്ഞാണ് കിടക്കുന്നത്. മരീജ് എന്ന് പറഞ്ഞാൽ, മറജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെയുള്ള കൺഫ്യൂഷനാണ്. നമ്മൾ ഇംഗ്ലീഷിലൊരു ടെർമോയിൽ എന്നൊക്കെ പറയില്ലേ, ഒരു ഭയങ്കരമായ കൺഫ്യൂഷന്. അതിനാണ് സാധാരണ അൽ ഹർജു വൽ മറജ് എന്ന് പറയും അറബിയിൽ. ആകെ കൂടെ കൺഫ്യൂഷനാണ്. കൊലപാതകങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, കുഴപ്പങ്ങൾ, കലാപങ്ങൾ, ഇതെല്ലാം കൂടിയതിന് അറബിയിൽ പറയാ അൽ ഹർജു വൽ മറജ്. അതിന് ഹർജ് പറഞ്ഞാൽ ഖത്ൽ, അതിന്റെ കൂടെ ചേർക്കുന്ന വാക്കാണ് മറജ്. അൽ ഹർജു വൽ മറജ്. അവരുടെ അവസ്ഥ അങ്ങനെയാണ്. ഐ മുഖ്തലിത്തിൻ മുഷ്തബിഹിൻ, ആകെ കൂടിക്കലർന്നിട്ടുള്ള കാര്യമാണ്. മുഷ്തബിഹിൻ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇഷ്ടബിഹു പറഞ്ഞ ശുഭഹത്താണ്. ശുഭഹത്ത് നമുക്കറിയണ വാക്കല്ലേ. ആകെ സംശയാസ്പദമാണ്. അതാണോ ഇതാണോ വേറിരിച്ചാലും തിരിയില്ല. ലാ യസ്ബുത്തൂന അലാ ഷൈ, ലാ യസ്ബുത്തൂന അലാ ഷൈ. ബാത്തിൽ നിങ്ങൾ ഉൾക്കൊണ്ടാൽ, ബാത്തിലിന്റെ ആളുകളുടെ പ്രത്യേകത ആകെ കൂടിക്കലരും, കൂടിക്കുഴഞ്ഞു കിടക്കും. ലാ യസ്ബുത്തൂന, അവർ കുറച്ചു നിൽക്കാനാവില്ല, അലാ ഷൈ, ഒരു കാര്യത്തിലും. വലാ യസ്തഖിറു ലഹും ഖറാർ, അവർക്കൊന്നിനും ഒരു ഇസ്തിഖറാർ ഉണ്ടാവില്ല. ഒന്നിലും അവർ ഉറച്ചു നിൽക്കൂല. ഇങ്ങനെ യതനഖലൂൻ മിൻ വാദിൻ ഇലാ വാദ്, ഒരു താഴ്വരയിൽ നിന്ന് വേറൊരു താഴ്വരയിലേക്ക്, ഒരു വാദത്തിൽ നിന്ന് വേറെ വാദത്തിലേക്ക്, ഒരു നിലപാടിൽ നിന്ന് വേറൊരു നിലപാടിലേക്ക്, ഒരു വാക്കിൽ നിന്ന് വേറെ വാക്കിലേക്ക് ഇങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കും. ഫതാറത്തൻ യഖൂലൂന അൻക, ഒരു ഉദാഹരണത്തിന് വേണ്ടി മിസാലു ദാലിക്, അഹ്ലുൽ ബാത്തിൽ താറത്തൻ യഖൂലൂന അൻക, അൻക എന്ന് പറഞ്ഞാൽ അനിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ കുറിച്ച് ചിലപ്പോൾ അവർ പറയും എന്ത്, ഇന്നക സാഹിർ എന്ന് പറയും അല്ലെ. ചിലപ്പോ പറയും മുഹമ്മദ് സിഹർ ചെയ്യുന്നവനാന്ന് പറയും. ചിലപ്പോൾ മസ്ഹൂറാന്ന് പറയും. ആ തൊള്ളോണ്ടെന്ന് എങ്ങോട്ട് തിരിഞ്ഞ ഇത് ബാത്തിലിന്റെ ആളുകളുടെ പ്രത്യേകതയാണ്. അവർക്ക് സ്ഥിരത ഉണ്ടാവില്ല. വാക്കിന് സ്ഥിരത അവർക്ക് ഉണ്ടാവേയില്ല. ബാത്തിലായ ഒരു കലാമ്, ബാത്തിലായ ഒരു മക്കാര്, വാദമുഖം ആരവതരിപ്പിച്ചോ അവിടെ നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഇപ്പൊ ജിന്നിനെ സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ പറയും അത് ചീനീന് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ജുർരിബത്ത് മൻഫഅത്തു, അതിന്റെ മൻഫഅത്ത്, അതുകൊണ്ട് ഉപകാരമുണ്ട് എന്നുള്ളത് അത് പരീക്ഷിച്ച് തെളിഞ്ഞതാണ്. ആ ആളെന്നെ ഇരുന്ന് അടുത്ത തവണ അയാൾ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോ അടുത്ത വാചകത്തിൽ അത് വസീലത്തു ശിർക്കാണ്. ശിർക്കാന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ശിർക്കാന്ന് പറയാം, അത് വസീലത്തു ശിർക്ക്. അടുത്തൊരു തവണ എണീറ്റ് വരുമ്പോ അത് ഇമാം അഹമ്മദ് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെന്താ നമുക്ക് ചെയ്യണേ, വസീലത്തു ശിർക്കാണ്. ഇപ്പൊ അടുത്ത തവണ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മളത് ഹറാമാന്ന് പറയണേ, ചെയ്യണം എന്നല്ല നമ്മൾ പറയണത്, ചെയ്യണ്ട.
ചെയ്യണമെന്നല്ല, പക്ഷെ എന്നെ ശിർക്കെന്ന് വിളിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം എന്നാവും. അടുത്തതാണ് എന്നിട്ട് പറയും അത് ജായിസാണ്, ഹറാമെന്ന് പറയാൻ പറ്റൂല. അതാണ് ലാ യസ്തഖിറു ലഹു ഖറാർ. തെറ്റ് ഒരു ബാത്തിലായ ഒരു കാര്യം പറഞ്ഞാൽ ആ ബാത്തിലിന് പിന്നെ ഒരു വാക്കില്ല, അതിന് പല വാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വതാറത്തൻ മജ്നൂൻ, ചിലപ്പോ പറയും സാഹിറ എന്ന് പറയും, ചിലപ്പോ മസ്ഹൂറ എന്ന് പറയും, ചിലപ്പോ മജ്നൂനാണ് പറയും. വതാറത്തൻ ഷായർ, ചിലപ്പോ പറയും മുഹമ്മദ് ഒരു കവിയാണ് എന്ന് പറയും. വകദാലിക ജഅലുൽ ഖുർആന അളീം. ഇങ്ങനെ ഈ ഹക്കുമായി വന്ന അഅ്ലാ അൻവാഉൽ ഹഖ് അഅ്ലാ അൻവാഉസ് സിദ്ഖ്, ഹക്കിന്റെ സിദ്ഖിന്റെ ഏറ്റവും ഉന്നത രൂപമായിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഖുർആൻ, ആ ഖുർആനിനെ അവര് ഒരു പരിഹാസപാത്രമാക്കി. അവർക്ക് തോന്നിയതൊക്കെ പറയും. അളീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനിനെ അവര് പരിഹസിക്കുന്ന അവസ്ഥയിലാക്കി തീർത്തു. കുല്ലുൻ ഖാല ഫീഹി, ഓരോരുത്തരും ഖുർആനിനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും അവർ പറഞ്ഞു മഖ്തലാഹു റഅയുഹു അൽ ഫാസിദ്. എന്താ പറഞ്ഞത്? മഖ്തലാഹു റഅയുഹു, അവന്റെ യുക്തി താല്പര്യപ്പെട്ടത്. ഖളാ യഖ്ളി എന്ന് പറഞ്ഞാൽ വിധിച്ചു എന്നാണ്. ഇഖ്തല എന്ന് പറഞ്ഞാൽ താല്പര്യപ്പെട്ടു, തേടി എന്നുള്ളതാണ്. എന്താണോ അവന്റെ ബുദ്ധി താല്പര്യപ്പെടുന്നത്, എന്താണോ അവന്റെ യുക്തി താല്പര്യപ്പെടുന്നത്, അവന്റെ റഅയ് എന്ന് പറഞ്ഞാൽ ആ റഅയ്യിന് വല്ല വിലയുണ്ടോ? അല്ല, അത് ഫാസിദാണ്. റഅയ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഹക്കും നൂറും അല്ലാഹു പിന്നെ നിറച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളിൽ നിന്ന് ആ തരത്തിലുള്ള റഅയ്യാണ് പുറത്തു വരിക. ഏതൊരുത്തന്റെ ബുദ്ധിയിൽ ഇങ്ങനെയുള്ള ദലാലത്തുകളും അതുപോലെ തന്നെ വഴികേടുകളും ബാത്തിലുകളും നിറച്ചുവോ അവനിൽ നിന്ന് വരുന്ന യുക്തികൾ എന്ന് പറഞ്ഞാൽ ഫാസിദായിരിക്കും. അങ്ങനെ ഫാസിദായിട്ടുള്ള ദുഷിച്ച അവന്റെ ആ യുക്തിയിൽ നിന്ന് വരുന്ന ഓരോന്ന് പറയും. വഹാകദാ കുല്ലു മൻ കദ്ദബ ബിൽ ഹഖ്, ഇത് ഏതെങ്കിലും ഒരുത്തന്റെ അവസ്ഥയല്ല. കുല്ലു മൻ കദ്ദബ ബിൽ ഹഖ്, ഹഖിനെ കളവാക്കിയ എല്ലാ ഒരുവന്റെയും എല്ലാവരുടെയും സ്വഭാവം എങ്ങനെയാണ്? ഫഇന്നഹു ഫി അംരിൻ മുഖ്തലിത്ത്, അവന്റെ മൊത്തം പ്രശ്നം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നും വകതിരിവുണ്ടാവില്ല, എല്ലാം കൂടെ കൂടിക്കൊഴഞ്ഞാണ് കിടക്കുക. ലാ യുദ്റാ ലഹു വിജ്ഹത്തുൻ വലാ ഖറാർ, ലാ യുദ്റാ അറിയില്ല. അവിടെ ദറായദിരി എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. ആരാണ് അറിഞ്ഞത്? അറിഞ്ഞ ആൾ അറിയില്ല. ഫാഇലിനോട് പറയാൻ ഉദ്ദേശമല്ല. അപ്പോ അൽ മബ്നിയുലിൽ മജ്ഹൂൽ, അൽ മബ്നിയുലിൽ മജ്ഹൂൽ. അപ്പൊ എന്ത് നമ്മൾ ചെയ്യും? പാസീവ് വോയിസിലേക്ക് ക്രിയ മാറ്റും. യദിരി എന്നുള്ളതിനെ യുദ്റ. ലാ യുദ്റ, അറിയില്ല. ലാ യുദ്റ ലഹു, അറിയില്ല. ലാ യുദ്റ ലഹു വിജ്ഹ, അവനൊരു ലക്ഷ്യം, അവന്റെ ഡയറക്ഷൻ എന്താണ്? അവനൊരു ഡയറക്ഷൻ ഇല്ല, അവനൊരു ലക്ഷ്യമില്ല. തോന്നുമ്പോ തോന്നിയത് വിളിച്ചു പറയാ എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. വലാ ഖറാർ, അവൻ ഒന്നിന്മേലും ഒരു സ്ഥിരതയില്ല. വിജ്ഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ, ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള വാക്കാണ്. മുഖം തിരിക്കുന്നത് വജ്ഹിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. വിജ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സ്ഥലം ലക്ഷ്യമാക്കുന്നുവെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞാണ് പോകുക, അപ്പോൾ അയാളുടെ മുഖം അതിന് അഭിമുഖമായിരിക്കും. അപ്പൊ വിജ്ഹത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ലക്ഷ്യം, ഡെസ്റ്റിനേഷൻ എന്നതിന് അല്ലെങ്കിൽ പിന്നെ ഡയറക്ഷൻ എന്നതിന് വിജ്ഹത്ത് എന്ന് പറയും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലക്ഷ്യമല്ല. ബാത്തിലിന് എന്താ ലക്ഷ്യം? ഹക്കിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, കൃത്യമായ വഴികളുണ്ട്, കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. ബാത്തിലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിർണിതമായ ലക്ഷ്യമില്ല, അവർക്ക് കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ല, അവർക്ക് പ്രത്യേകമായ നടപടിക്രമങ്ങളില്ല. തോന്നിയത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഫതറ ഉമൂറഹു മുതനാഖിളതൻ മുഅ്തഫികതൻ, അത് ചില നുസ്ഖകളിൽ കാണൂല, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ കൊടുത്തത് ഫതറ ഉമൂറഹു. അതുകൊണ്ട് തന്നെ അഹ്ലുൽ ബാത്തിലിന്റെ കാര്യങ്ങളെ നിനക്ക് കാണാൻ സാധിക്കും. ഫ അതിനാൽ, വൽ ഫാഉ ഹുന അസ്സബബിയ്യ, അതിനാൽ അക്കാരണത്താൽ അവർക്ക് വിജ്ഹത്തില്ല, അവർക്ക് ഖറാറില്ല. ഈ രണ്ട് കാര്യം, ഒന്ന് ലക്ഷ്യവും ഡയറക്ഷനും ഇല്ല, രണ്ടാമത്തത് പറഞ്ഞോടത്ത് ഉറച്ചു നിൽക്കുന്ന സ്ഥിരത എന്ന് പറയുന്ന സ്വഭാവം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ അതിനാൽ, ആ കാരണത്താൽ, വബിഹാദ സബബ്,
തറ ഉമൂറഹു, അത്തരക്കാരന്റെ കാര്യങ്ങളെ നിനക്ക് കാണാൻ പറ്റും. മുത്തനാഖിലത്തൻ മുത്തഫിക്കത്തൻ, മുത്തനാഖിലത്താണ് മുത്തഫിക്കത്താണ്. മുത്തനാഖിലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര വിരുദ്ധമാണ്. തനാഖുല് വൈരുദ്ധ്യം, ഒന്നിനെ ഖണ്ഡിക്കുന്നത്. നഖ്ല് എന്ന് പറഞ്ഞാൽ ലംഘിച്ചു, ഗണ്ണിച്ചു എന്നാണ്. അത് നവാഖിദുൽ വുളു, നവാഖിദുൽ ഇസ്ലാം ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. അത്രയധികം വാക്കുകൾ, അത്രയധികം പ്രയോഗങ്ങൾ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതത് സന്ദർഭങ്ങളിലേക്ക് അതിനെ റിലേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി. നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ ഗണ്ണിക്കുന്നത്, ഇസ്ലാമിനെ ലംഘിക്കുന്നത്. നാഖിദുൽ വുളു, നവാഖിദുൽ വുളു, വുളുവിനെ ഇല്ലാതാക്കുന്നത്. അപ്പൊ നഖ്ലാറിനെ ഗണ്ണിച്ചു, ലംഘിച്ചു എന്നാണ്. തനാഖദ എന്ന് പറഞ്ഞാൽ തഫാല വസനാകുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള അന്യോന്യം പരസ്പരം എന്നാണ്. ആ അർത്ഥം കൂടി വന്നു ചേരും. അതാ വസനിന്റെ പ്രത്യേകതയാണ്. അപ്പൊ തനാഖുദ്, തനാഖുദ് അതിന്റെ മസ്തർ. തനാഖുദ് പറഞ്ഞാൽ പരസ്പരം ഗണ്ണിക്കുന്നത് അഥവാ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അവരുടെ കാര്യങ്ങളിൽ വൈരുദ്ധ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മുത്തഫിക്ക. അത് ശരിക്കും എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു സംഗതിയല്ല, പറഞ്ഞുണ്ടാക്കിയതാണ്. കൃത്രിമമായി പറഞ്ഞുണ്ടാക്കുന്ന, ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് രണ്ടർത്ഥം അതിന് വരും കേട്ടോ മുത്തഫിക്കത്തിന്. അതിന്റെ അസുല് പരിശോധിച്ചാൽ ഒന്ന് ഇഫ്ക്ക് പറഞ്ഞുണ്ടാക്കുന്നതിന് വരും. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കിയതാണ്, ചമച്ചുണ്ടാക്കിയതാണ്. ഇഫ്ക്ക് അറിയാലോ, ഹദീത്തിൽ ഇഫ്ക്ക്. അത് ഇതേ ധാതുവിൽ നിന്നുണ്ടായതാണ്. പിന്നെ അതിൽ നിന്ന് തന്നെ ഇഫ്ക്കിന് ആ ഒരു അർത്ഥമുള്ളപ്പോൾ തന്നെ ഒരു ഹക്കിൽ നിന്ന് തെറ്റിക്കുക എന്നുള്ളതിന് അന്നാ യൂഫക്കു, എങ്ങനെയാണ് അത് അതിൽ നിന്ന്, സത്യത്തിൽ നിന്ന് അവർ തെറ്റിക്കുന്നത്? അപ്പൊ മൂത്തഫിക്കത്ത് എന്ന് പറയുകയാണെങ്കിൽ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യതിചലിച്ചു പോകുന്ന ഒരു സ്വഭാവം അവരുടേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര വിരുദ്ധമാണ്. ഒരു നേരായ വഴിയിലും നിൽക്കൂല, അതിൽ നിന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോകുന്ന സ്വഭാവം അവർക്ക് കാണും. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്പര വിരുദ്ധമാണ്. പരസ്പര വിരുദ്ധം എന്ന് മാത്രമല്ല, അവരുടെ ആ കണ്ടന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തോന്നും. ഇവിടെ ഫാബ്രിക്കേറ്റഡ് എന്നുള്ള മീനിങ് ആണ് ആദ്യത്തിൽ വരിക, വല്ലതിയ തബാദറിലദ്ദേഹൻ. പക്ഷെ അതിന് മറ്റർത്ഥം കൂടി ഉണ്ട് എന്ന് മാത്രം. കമാ അന്ന മനിത്തബഅൽ ഹഖ്, എന്നാൽ ഇതിന് നേരെ വിപരീതമായി, അഭിമുഖമായി, മനിത്തബഅൽ ഹഖ്, ഒരാൾ ഹക്ക് പിന്തുടർന്നു. അള്ളാഹു ഹക്കിറക്കി, ആ ഹക്ക് ഒരാൾ പിന്തുടർന്നു. വസദ്ദഖ ബിഹി, ആ ഹക്കിനെ അയാൾ സത്യപ്പെടുത്തുകയും ചെയ്താൽ ഖദിസ്തഖാമ അംറുഹു, അവന്റെ മുഴുവൻ കാര്യങ്ങളും അതോടുകൂടി മുസ്തഖീമായി. പിന്നെ വളഞ്ഞതോ തിരിഞ്ഞതോ ഇല്ല. അവൻ പിന്നെ സ്ട്രെയിറ്റ് ആണ്. ഇതാണോ, ആണ്, എനിക്ക് വേണം. ഇതാണ്, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട. കാരണം അവന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അവന്റെ കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ആണ്. വാഴ്ത്തതല സബീലുഹു, അവന്റെ വഴി അത് മുഴത്തതിലാണ്. അത് ഒരു മധ്യമമായ വഴിയാണ്. സബീലിന് മുഴത്തിദാൽ കൊടുക്കും. എഴുത്തതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മോഡറേറ്റ് ആയിട്ടുള്ളതിനാണ് മുഴത്തതിൽ എന്ന് പറയാം. സാധാരണ ഇപ്പൊ കാലാവസ്ഥ മോഡറേറ്റ് ആണെങ്കിൽ ജവ്വ് മുഴത്തതിൽ എന്ന് പറയും. അതില് എന്ന് ശരിക്കും നേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നീതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാകാതെ ആയതാണ്. അതിലെന്ന് പറഞ്ഞാൽ ഓരോന്നിനും അത് പ്രൊപ്പോർഷനേറ്റ് ആവുക എന്നുള്ളതാണ്. എത്ര കൊടുക്കണോ കൊടുക്കേണ്ടത് കൊടുത്തു. അപ്പോൾ അയാളുടെ വഴികൾ എന്ന് പറഞ്ഞാൽ ആ വഴി എവിടെയാണോ പോകേണ്ടത്, പോകേണ്ടിടത്തേക്ക് നേർക്കുനേരെ പോവുകയാണ്. എത്ര വീതിയാണോ വേണ്ടത് അതേ വീതിയിലാണ്. അവിടെ എന്താണ് മആലിമുകൾ വേണ്ടത് അതെല്ലാം ഉണ്ട്. അങ്ങനെ മുഴത്തതിലായ നേരെ ചൊവ്വുള്ള വഴിയാണ് അദ്ദേഹത്തിൻ്റെത്. അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ വാക്കുകളെ സത്യപ്പെടുത്തും. അയാളൊരു കാര്യം പറഞ്ഞ പിന്നെ ചെയ്യൂല എന്നല്ല, പറഞ്ഞ അയാളുടെ വാക്കിന് അയാളുടെ പ്രവർത്തനങ്ങൾ സത്യപ്പെടുത്തും. സദ്ദഖന്റെ ഫാഇല് ഫിഇല്, മഫ്ഊലു ബിഹി ഖീലഹു, വൽ ഖീലു ഹുവൽ മഖാൽ, അൽ ഖീലു വൽ ഖാൽ. അത് ഹക്കിന്റെ പ്രത്യേകതയാണ്. അപ്പോ അഹ്ലുൽ ഹഖും അഹ്ലുൽ ബാത്തിലും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്. അഹ്ലുൽ ഹഖ് എന്ന് പറഞ്ഞാൽ അലൽ വുളൂഹ്, അവർ വുളൂഹിലായിരിക്കും. അഹ്ലുൽ ബാത്തിൽ അലൽ ഗുമൂദ്, അവരെപ്പോഴും അവ്യക്തതയിലായിരിക്കും. അഹ്ലുൽ ഹഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സബീൽ മുഅ്തദിലായിരിക്കും. ലാ യഅ്വിജാജ ഫീ, ഒരു വക്രതയില്ല, വളവില്ല, തിരിവില്ല, നേരെ സ്ട്രെയിറ്റ് ആയിരിക്കും. അഹ്ലുൽ ബാത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൂടി വക്രതയും വളവും തിരിവും കൂടിക്കലർന്നതുമായിരിക്കും.
ഇവരുടെ എല്ലാ കാര്യങ്ങളും വകതിരിഞ്ഞ് കാര്യങ്ങൾ വ്യക്തമായി കിട്ടുമ്പോൾ അഹ്ലുൽ ബാത്തിലിന്റെ കാര്യം അത് വൽ മറജ്, അത് മരീജായിരിക്കും. ഫിൽ ഇഖ്തിലാത്ത് വശുബഹ് വൽ മറജ്. ഇഖ്തിലാത്ത് കൂടിക്കലർന്നത്. ഏത് ഒക്കെ അതിന്റെ പര്യായങ്ങളാണ്. പര്യായം എന്ന് പറഞ്ഞാൽ അറബിയിൽ കൃത്യമായൊരു പര്യായമല്ല, ഒക്കെ ഏതാണ്ട് ഒരേ അർത്ഥമാണ്. മആനി മുത്തഖാരിബ, മആനി മുത്തഖാരിബ്. ഇനി അടുത്തത് 6 മുതൽ 11 വരെയുള്ള ആയത്തുകൾ. അഫലം യൻദുറു ഇലസ് സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج. ഇതിൽ ഏതാണ്ട് എല്ലാ വാക്കും നമുക്ക് കിട്ടും. കിട്ടാത്തൊരു സംഗതിയില്ല. നളറ യൻദുറു അറിയാവുന്ന കാര്യമാണ്. സമാ നമുക്കറിയാവുന്ന കാര്യമാണ്. സമാദിനെ കുറിച്ച് ഫൗഖിലാണ് എന്ന് പറഞ്ഞാൽ അതും അറിയാവുന്ന കാര്യമാണ്. കൈഫ ബനൈനാഹ, കൈഫ നമുക്കറിയാവുന്നതാണ്. ബനായ ബനി നിർമ്മിക്കുക, അതും നമുക്കറിയാം. ഇപ്പൊ സയ്യന്നാഹ, സീനത്ത് നമുക്കറിയാം. ആകാശത്തെ നിർമ്മിച്ചു എന്ന് മാത്രമല്ല സയ്യന്നാഹ, അതിന് സീനത്ത് കൊടുത്തിട്ടുണ്ട്. വമാ ലഹാ മിൻ ഫുറൂജ്, അതിന് യാതൊരു തരത്തിലുള്ള ഫത്ഖുകളോ അതില്ലെങ്കിൽ ഷക്കുകളോ ഒരു വിടവുകളോ ഫുറൂജുകളോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ ഖുർആന്റെ ഉസ്ലൂബ് അത് വേറെ അറിയപ്പെട്ട മനുഷ്യന്മാര് രചിക്കുന്ന അവരുടെ സാഹിത്യ സൃഷ്ടികളിൽ കാണാത്തൊരു പ്രത്യേക രീതിയാണ് ഖുർആനിലുള്ളത്. ഒരാൾ പെട്ടെന്ന് കാര്യങ്ങളുടെ അതിന്റെ അടിത്തട്ടിൽ പോയിട്ട് മുത്തുകൾ അയാൾ പെറുക്കിയെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അയാൾക്കിത് വളരെ കാണാൻ പറ്റും. അതല്ല, വെറുതെ സൂപ്പർഫിഷ്യലായിട്ട് പോകുന്ന ഒരാൾക്ക് ഇതിനെ ഒരു കുറ്റം പറയാനാണ് തോന്നുന്നത്. എന്താ, ഇത് തമ്മിലൊരു ബന്ധമല്ല. ആദ്യം പറഞ്ഞ കാര്യം രണ്ടാമത് പറയുന്ന കാര്യം തമ്മിലൊരു ബന്ധമല്ല എന്ന് പറയും. ശരിക്കും ആദ്യം പറഞ്ഞ കാര്യവും രണ്ടാമത് പറഞ്ഞ കാര്യവും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട് എന്നത് അതിന്റെ അടിത്തട്ടിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും. മുകളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറയുന്ന മാതിരി ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെയും തോന്നാം. അത് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ അങ്ങനെ തന്നെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതിന് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അത് അള്ളാഹിന്റെ കലാമാണ്. അപ്പോ അത് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്ന മാതിരിയല്ല അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവക്കിടയിൽ തമ്മിൽ എന്തുണ്ട്, ഒരു ഓർഗാനിക് യൂണിറ്റി എന്ന് പറയും. തമ്മിലുള്ള വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഐക്യം വിഷയത്തിലും അതിന്റെ ഭാഷയിലും ഒക്കെ ഉണ്ട്. എന്നാൽ സൂപ്പർഫിഷ്യലായിട്ട് കാര്യം മനസ്സിലാക്കാതെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, അങ്ങനെ ഒരു നബി വരുന്നതിന് അവര് അംഗീകരിക്കാൻ പറ്റിയില്ല. അഹ്ലുൽ ബാത്തിൽ അതിനെ കളവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൊണ്ടുവന്നു, ഖുർആനിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, അതിനെ അവർ കളവാക്കി. ഖുർആനിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ, വിശ്വാസത്തിന്റെ കാര്യങ്ങൾ, ഹക്ക്, അഹ്ലുൽ ഹക്ക് പിന്തുടരുന്ന അവരുടെ ഹക്കുകൾ, ആ ഹക്കുകൾ അതവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല, അതിനവർ കളവാക്കി. പിന്നെ ഏതിലേക്കാ പോകുന്നത്? അഫലം യൻദുറു ഇലസ്സമായി, ആകാശത്തിന്റെ കാര്യം പറയുന്നു, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ കാര്യം പറയുന്നു.
അപ്പൊ എങ്ങനെ അവ തമ്മിൽ എന്താണ് പിന്നെ വിഷയങ്ങൾ തമ്മിലുള്ള ഒരു കോർവ എങ്ങനെയാണ്, തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്, അവ തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ബാത്തിലിന്റെ ആളുകളുടെ സ്വഭാവം ഇതാണ്, അതിന്റെ മോശത്തരം, അതിന്റെ ബശാഅത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആ ബാത്തിലിൽ നിന്ന് ബാത്തിലിന്റെ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും നിങ്ങൾ തുറന്നു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന അവന്റെ ആയാത്തുകൾ, അതിലേക്ക് നിങ്ങളുടെ കണ്ണ് പായണം, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ആയത്തുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ള അവന്റെ മുനസ്സലായ ആയത്തുകളുടെ വെളിച്ചം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുക. അതിനുള്ള പശ്ചാത്തലം ഇതാണ്. ഖുർആനില് വളരെ 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 സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന നമ്മുടെ ശ്രദ്ധയിൽ വരാത്തൊരു വിഷയം, ശ്രദ്ധയിൽ വന്നില്ല പറഞ്ഞാൽ ചിലർ ശ്രദ്ധിച്ചിട്ടില്ല എന്നല്ല, ഉമ്മായഖിലുഹ ഇല്ലൽ ആലിമു. ഇതൊന്നും ആലിമ്യങ്ങൾക്കല്ലാതെ ഗ്രഹിക്കാൻ പറ്റൂല. അപ്പൊ ഒരു കാര്യം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ അതിനുള്ള ഒരു പ്രീ ക്വാളിഫിക്കേഷൻ വേറെ വേണം. നമ്മള് ഒരു കുട്ടിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാത്തൊരു കുട്ടിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് 11ാം ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ പറയുന്ന ഒരു കാര്യം മനസ്സിലാവില്ല. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ കൾച്ചർ, അതവിടെ പറയുന്നതായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വ്യവഹാരക്രമം, ആ ഒരു രീതി അവന്റെ മനസ്സിൽ ആദ്യം അത് വേണം. അള്ളാഹ് ആയാത്തുകൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ മുനസ്സലത്തായ അള്ളാഹ് അവതരിപ്പിച്ചിട്ടുള്ള ആയാത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ അള്ളാഹു നമുക്ക് ചുറ്റും, നമ്മളിലും, നമ്മുടെ ആത്മാക്കളിലും, നമ്മുടെ ശരീരത്തിലും, നമ്മുടെ ചുറ്റുപാടുകളിലും, നാം ജീവിക്കുന്ന ഈ ഭൂമുഖത്തും, അതുപോലെ തന്നെ ഈ ഭൂമിക്ക് ചുറ്റുമുള്ള വലിയ വിശാലമായി കിടക്കുന്ന പ്രപഞ്ചത്തിലും അള്ളാഹു സ്ഥാപിച്ചു വെച്ചിട്ടുള്ള അവന്റെ ആയാത്തുകൾ കാണണം. അത് കണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യങ്ങളാണ്, അവൻ ചെയ്തു വെക്കുന്ന മഹൽ കൃത്യങ്ങളാണ്, അവന്റെ പ്രവർത്തനങ്ങളാണ്. അതിനാണ് നമ്മൾ മലയാളത്തിൽ അപദാനങ്ങൾ എന്ന് പറയുന്നത്. ആ അപദാനങ്ങൾ നമ്മൾ കാണുകയും അത് നമ്മൾ വിലയിരുത്തുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഉപരിയിൽ നിന്ന് അവന്റെ ആയാത്തുകൾ ഇറക്കുന്ന വചനങ്ങളിലുള്ള സത്യങ്ങൾ, അതിലുള്ള അഹ്കാമുകൾ, അതിലുള്ള അഖ്ബാറുകൾ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അതിനെ സ്വീകരിക്കാൻ പറ്റും. അപ്പോ ഇവർക്കിത് കളവാക്കാൻ എന്തേ കാര്യം? അവരുടെ കണ്ണും കാതും തുറന്നു വെക്കുന്നില്ല, അവർ കാണേണ്ടത് കാണുന്നില്ല, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ കാണാത്തതാണ് അവരുടെ പ്രശ്നം. അത് കാണാൻ പ്രത്യേക ചെലവെന്തെങ്കിലും ഉണ്ടോ അവർക്ക്? അതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകേണ്ടതുണ്ടോ? അതിന് നമ്മൾ കൂടുതൽ പൈസ ചെലവാക്കേണ്ടതുണ്ടോ? ഇല്ല. അവൻ എല്ലായിടത്തും, എല്ലാരിലും, എല്ലാ കാലത്തും, എങ്ങും എവിടെയും ഇത്തരത്തിലുള്ള അവന്റെ ആയാത്തുഹുൽ കൗനിയ, അവന്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്തു വെച്ചിട്ടില്ലേ? ആ സെൻസിലാണ് ലം യൻദുറു എന്നുള്ള പ്രയോഗം വരുന്നത്. അവര് നോക്കിയിട്ടില്ലേ എന്നാണ് ചോദ്യം. മുളാരിയായ ക്രിയയിലേക്ക് ലം ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെ നഫീയ മാത്രമല്ല, അതിന്റെ മഅന കാലത്തിൽ അതിനെ മാദിയിലേക്ക് മാറ്റം ചെയ്യും. യൻദുറു പറഞ്ഞാൽ വർത്തമാനകാലായിരിക്കും, അല്ലെങ്കിൽ ഭാവി കാലായിരിക്കും. പക്ഷെ ലം ചേർത്തിട്ട് അതിനെ നഫീ ചെയ്യുമ്പോൾ അവർ നോക്കിയിട്ടില്ലേ? ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട്, ഈ പ്രപഞ്ചത്തിൽ ഇത്രയും കാലം അവർ ജീവിച്ചിട്ട്, ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ട്, ഈ നാട്ടിൽ ജീവിച്ചിട്ട്, ഈ ശരീരവും ഈ മനസ്സുമായി അവൻ ജീവിച്ചിട്ട്, അവൻ ഇതുവരെ നോക്കിയിട്ടില്ലേ? അവൻ കണ്ടിട്ടില്ലേ? എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ. അപ്പോ ലമ്മാ ദക്കറ തആല, ലമ്മാ ദക്കറ അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദക്കറിന്റെ ഫാഇല് അതിലുള്ള ദമീർ മുസ്തതിർ തഖ്ദീറുഹു ഹുവ യഊദു ഇലാ ഇസ്മിൽ ജലാല, ലമ്മാ ദക്കറ അല്ലാഹ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അള്ളാന്റെ പേര് പറഞ്ഞപ്പോ തആല എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ചിട്ട് തസ്ബീഹ് ചെയ്തു. അള്ളാഹ് തആല അവൻ ദാത്തൻ വസിഫത്തൻ, ദാത്തിനാലും സിഫത്തിനാലും അവൻ ഉലൂവിലാണ്. അതാണ് തആല. അള്ളാന്റെ ദാത്ത് ലൈസ ബിമുഖ്തലിത്തിൻ ഫീ മഖ്ലൂഖാതിഹി ബൽ ഹുവ മുതബായിനുൻ അൻ ഖൽഖിഹി ഫൗഖ ജമീ സബ്ഇ സമാവാതിഹി വഫൗഖ അർശിഹി. മുഴുവൻ സൃഷ്ടികൾക്കും മീതെ
7 ആകാശങ്ങൾക്കും ഉപരിയിൽ അർശിന്റെയും മീതെയാണ് അള്ളാഹു. അത് അള്ളാഹിന്റെ ദാത്തിയായ ഉലുവ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഏതേത് വസ്ഫുകൾ നിങ്ങൾ എടുത്താലും, ഏതേത് സിഫാത്തുകൾ നിങ്ങൾ എടുത്താലും, ഏതേത് അഫ്ആലുകൾ നിങ്ങൾ എടുത്താലും അതെല്ലാം ഏറ്റവും ഉന്നതമായതാണ്. അള്ളാഹ്ക്ക് ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇൽമു സൃഷ്ടികൾക്കാർക്കുള്ള ഇൽമു പോലെയല്ല, അത്യുന്നതമാണ്. അള്ളാഹ്ക്ക് ഖുദ്റത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീഴ്ലോകത്തുള്ളവരുടെ ഇൽമു ഖുദ്റത്ത് പോലെ, കഴിവ് പോലെ ചെറിയ രൂപത്തിലുള്ള ഖുദ്റത്തല്ല. അത് ഖുദ്റത്തിന്റെ ഏറ്റവും വലില്ലാഹിൽ മസലുൽ അഅല. ഗുണവിശേഷങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ആ മസലുൽ അഅല, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള മസലുകൾ, ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഗുണവിശേഷങ്ങൾ അള്ളാഹ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ, അവന്റെ പേര് പറഞ്ഞാൽ ഉടനെ തന്നെ അവനെ നമ്മളൊന്ന് തസ്ബീഹ് ചെയ്യും. അവന്റെ മഹത്വത്തെ നമ്മളൊന്ന് ഉയർത്തി കാണിക്കും, ഒന്ന് വാഴ്ത്തും. അത് അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹ് എന്നുള്ള പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ലമീർ, അള്ളാഹ് എന്നുള്ള ലഫ്ളിലേക്ക് മടങ്ങുന്ന ലമീർ, അതതിൽ മുസ്തത്തിറാണ്. ദക്കറ ഫാഇലുഹു മുസ്തത്തിർ തഖ്ദീറുഹു ഈശ് ഹുവ യഊദു ഇലാ ലഫ്ളിൽ ജലാല. അപ്പോ ജലാലത്തിലേക്ക് ഇശാറത്ത് വന്നപ്പോ അതിനുവേണ്ടി ഇത് തആല എന്ന് പറഞ്ഞു. ചിലപ്പോ ഇബ്നു ജരീറിനെ പോലുള്ള ആളുകൾ അവർ പറയുമ്പോ തആല ദിക്റുഹു എന്നും കൂടി പറയും. അങ്ങനെ കൂട്ടി വായിക്കണം. തആല എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദിക്ർ വേറൊന്ന് വായിച്ചാൽ പിന്നെ വായിച്ചാൽ കിട്ടൂല. തആല ദിക്റുഹു, അവരെ കുറിച്ചുള്ള എല്ലാ സനാഉകളും ഉന്നതമാണ്. അപ്പൊ അള്ളാഹിനെ കുറിച്ച് എന്തേ പറയേണ്ടു? അള്ളാഹിനെ കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും, അവനെ കുറിച്ചുള്ള ഔസാഫുകൾ, അവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ ഔസാഫിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ ഔസാഫുകളെല്ലാം ഉന്നതമാണ്. അങ്ങനെയുള്ള അള്ളാഹു, യാതൊരുവന്റെ ഔസാഫുകൾ, യാതൊരുവനെ കുറിച്ചുള്ള പരാമർശങ്ങൾ, യാതൊരുവനെ കുറിച്ചുള്ള വർണ്ണനകൾ അത് അത്യുന്നതമായിരിക്കുന്നുവോ അങ്ങനെയുള്ളവനായ അള്ളാഹു അവൻ പറഞ്ഞപ്പോൾ എന്താണ് ലമ്മാ ദക്കറ തആല, ലമ്മാ ദക്കറ അല്ലാഹു തആല, എന്താ അല്ലാഹ് പറഞ്ഞത്? ഹാലത്തുൽ മുകദ്ദിബി. ദക്കറിന്റെ മഫ്ഊൽ ബി, ഹാലത്ത് അവസ്ഥ. ആരുടെ ഹാലത്തു? മൻ മുളാഫ് ഇലൈഹി അൽ മുകദ്ദിബി. മുകദ്ദിബ് കദ്ദബ കളവാക്കി, ഫഅല വസ്ന ഇസ്മു ഫാഇൽ മുകദ്ദിബ്. അതിനെ ജംഉ മുദക്കർ സാലിമിന്റെ സീഗ എടുത്തു, മുകദ്ദിബൂന ഔ മുകദ്ദിബീന. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നിടത്ത് നമ്മൾ എത്തി. ലമ്മാ ദക്കറ തആല ഹാലത്തുൽ മുകദ്ദിബീൻ വമാ ദമ്മഹും ബിഹി, അള്ളാഹു അവരെ ആക്ഷേപിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ. അള്ളാഹ് അവർക്ക് ഒരു മദമ്മത്ത് പറഞ്ഞു. എന്താണ് അവരെ കുറിച്ച് പറഞ്ഞ മദമ്മത്ത്? വഹും ഫീ അംരിൻ മരീജ്. എന്താണ് ഈ മഖാമിൽ അള്ളാഹു അഹ്ലുൽ ബാത്തിലിന് കൊടുത്തിട്ടുള്ള ദമ്മ്? എന്താണ്? വമാ മദമ്മത്തുൽ മുകദ്ദിബീൻ ഫീ ഹാദൽ മഖാം. ഈ മഖാമിൽ അള്ളാഹു അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ആക്ഷേപം എന്താണ്? അവരെ കുറിച്ചിട്ടുള്ള തെറ്റെന്താ പറഞ്ഞത്? അവര് ഹക്ക് ഒഴിവാക്കിയപ്പോൾ, ബാത്തിൽ അവരുടെ മനസ്സ് കയറിയപ്പോൾ അവര് ഒരു കാര്യവും പിന്നെ ശരിയായില്ല. ലാ യസ്തഖിറു ലഹു ഖറാർ വലാ യസ്ബുതു ലഹു സബാത്ത് വലാ യുദറാ വിജ്ഹതുഹും. അവർക്കൊരു വിജ്ഹത്ത് അറിയില്ല, അവർക്കൊരു ഖറാറില്ല. മറിച്ച് വഹും ഫി അംരിൻ മരീജ്, ഇത് അവർക്കുള്ള മദമ്മത്താണ്. ആ മദമ്മത്ത് പറഞ്ഞതിന് ശേഷം, വമാ യാതൊന്ന് പറഞ്ഞതിന് ശേഷം, ദമ്മഹും അവരെ അള്ളാഹു ദമ്മ് ചെയ്തിട്ടുണ്ട്, അധിക്ഷേപിച്ചിട്ടുണ്ട്. ബിഹി, ആ കാര്യം പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവരെ കുറിച്ചുള്ള മദമ്മത്ത് പറഞ്ഞു, അവരുടെ അവസ്ഥ പറഞ്ഞു. അതിനുശേഷം ദആഹും, അള്ളാഹു നിങ്ങൾക്ക് പറ്റിയ പാളിച്ച, സത്യം വരുമ്പോൾ സത്യം സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യാവഹാരിക ക്രമം നിങ്ങളുടെ മനസ്സിൽ വേണം. ആ വ്യാവഹാരിക ക്രമം ഏതാണ്? അത് ആയാതുൽ കൗനിയ, അന്നളുറു ഇലാ ആയാതിഹിൽ കൗനിയ, അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ അത് കാണണം, അതറിയണം, അത് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ മനസ്സിലുള്ളവന് ആയാത്ത് മുനസ്സലത്ത് വന്നാൽ അത് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയും. ഒരു വലിയ വിഷയമാണ് കേട്ടോ ഇത്. ഖുർആനിന്റെ 1/5 ഇങ്ങനെയുള്ള ആയാത്തുൽ കൗനിയത്താണ് എന്നാണ് പറയാ. ഖുർആനെ കുറിച്ചിട്ട് പഠനം നടത്തുന്ന ആളുകളില്ല, ഇപ്പൊ പല തരത്തിലുള്ള പഠനങ്ങളും നടക്കൂലേ. അങ്ങനെ പഠനങ്ങൾ നടത്തിയാൽ ഒരു പറയാ ഖുർആനിന്റെ 1/5 ഭാഗമെങ്കിലും ആയാത്തുൽ കൗനിയത്തിനെ കുറിച്ചുള്ള വ്യക്തമോ അല്ലെങ്കിൽ വ്യംഗ്യമോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ്. അങ്ങനെ ക്രമത്തിൽ വന്നോളുന്നില്ല, അത്ര അധികം ഉണ്ടാവും. അതാണ് അതിന്റെ വെയിറ്റേജ്.
നോക്കി നമ്മൾ കാണാനല്ലേ, ഏത് സൂറത്ത് നമ്മൾ പാരായണം ചെയ്താലും പിന്നെ വെള്ളിയാഴ്ച അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസ്ബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. അതുപോലെ നമ്മളെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന ഏതൊരു അധ്യായം നിങ്ങൾ എടുത്തു നോക്കൂ, അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ പിടിച്ച് അള്ളാഹ് സത്യം ചെയ്തിട്ട് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖ്ഖിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ വസ്സഖ്ഫിൽ മർഫൂർ. ഇതല്ലേ, ഇത് തന്നെയല്ലേ ഏതിനെ കുറിച്ചൊക്കെയാണ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഇങ്ങനെ ആയാത്തുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയിലുണ്ട് എന്നല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാക്കളിൽ തന്നെ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഒരു വിരലുണ്ടോ, ആ വിരലിന്റെ അറ്റത്ത് നോക്കിയാൽ അവിടെ ദൃഷ്ടാന്തമുണ്ട്. അങ്ങനെ ഏതൊക്കെ? അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ. നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കണ തീ, അതിന്റെ തീ കത്തിച്ച് ചായ കുടിച്ചാൽ മതി. ആ തീ എന്താണ്, അത് എവിടുന്ന് വന്നു എന്ന് ആലോചിക്കേണ്ട മനുഷ്യൻ. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കണ്ണുകളും കാതുകളും നമ്മുടെ വാതായനങ്ങൾ തുറന്നു വെച്ചാൽ അള്ളാഹ് ഇറക്കുന്ന ഹക്ക് വരുമ്പോൾ ആ ഹക്കിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാവും, സജ്ജമായിരിക്കും. ഇത് നോക്കാതെ ഇതിലേക്ക് വാതായനങ്ങൾ തുറന്നു വെക്കാത്തത് മനുഷ്യന്റെ ഒരു വലിയ കുറവാണ്. അത് തെക്ദീബിലേക്ക് അവനെ നയിക്കുന്ന ഒരു കാര്യമാണ്. ആ നിലക്ക് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് വിലയിരുത്തുകയും അവയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു കുറവാണ്. ഇതെന്താ വെച്ചാൽ ഹക്ക് ഉൾക്കൊള്ളാനുള്ള തടസ്സമാണ്. ഒരു കാര്യം എന്തുവാണെങ്കിലും ഒരു കാര്യം റിസീവ് ചെയ്യണമെങ്കിൽ ആ റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിന് വേണം. റിസീവ് ചെയ്യാൻ, കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ അവിടെ സജ്ജമായിരിക്കണേ. അപ്പൊ ഈ ഹക്ക് ആയാത്ത് മുനസ്സല, അതിനുള്ള കബൂൽ അതുണ്ടാകണമെങ്കിൽ ആയാത്ത് കൗനിയയിലേക്ക് നമ്മൾ കണ്ണ് പായിച്ചേ പറ്റൂ. അവർ നോക്കിയിട്ടില്ലേ? ദഅാഹും, അള്ളാഹു അവരെ വിളിച്ചു, അവരെ ക്ഷണിച്ചു. ഇലൻ നളരി ഫി ആയാതിഹിൽ ഉഫുഖിയ്യ, അവർ നോക്കുന്നതിലേക്ക്. അവർ നളറ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള അർത്ഥം കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക എന്നുള്ളതാണ് നളറയെന്നോ. അങ്ങനെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെന്താകും? ആ കാണുന്ന വസ്തു, അതിന്റെ ഒരു പ്രതിബിംബം നമ്മുടെ തലച്ചോറിൽ പതിയും. തലച്ചോറിൽ അതിന്റെ പ്രതിബിംബം പതിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രോട്ടോടൈപ്പുകളുമായി അതിനെ നമ്മൾ താരതമ്യം ചെയ്യും. മനുഷ്യന്റെ ചിന്താരീതി അങ്ങനെയാണ്. നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുന്ന രീതി, ഒന്നുകിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് അനലൈസ് ചെയ്യും, അപഗ്രഥനം നടത്തും, അനലൈസ് ചെയ്യുക. അതല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും, മറ്റൊന്നുമായിട്ട്, നമുക്കറിയുന്ന മറ്റു വസ്തുക്കളുമായിട്ട് അതിനെ നമ്മൾ താരതമ്യം ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിൽ നേരത്തെ ഉള്ള മറ്റെന്തെങ്കിലും പ്രോട്ടോടൈപ്പുകൾ ഉണ്ടെങ്കിൽ അതുമായി കമ്പയർ ചെയ്യും. അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജിനെ, അതിനെ തന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഉള്ളിൽ നിന്നുകൊണ്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് പഠിക്കും. അപ്പൊ നളറ എന്ന് പറയുന്നതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ പോകും. കണ്ണുകൊണ്ട് കാണുന്നു, ആ ബിംബം നമ്മുടെ ബുദ്ധിയിലേക്ക് നമ്മൾ അത് വലിച്ചു കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ചിട്ട് പിന്നെ അതിനെ നമ്മൾ വിലയിരുത്തുന്നു, അതിനെ അപഗ്രഥനം ചെയ്യുന്നു, അതിനെ താരതമ്യം ചെയ്യുന്നു. അതിന്റെ ഗുണം എന്താണ്, അതിന്റെ ദോഷം എന്താണ്, അതിന്റെ മെച്ചെന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പര്യാലോചന നടത്തുന്നു. അതുകൊണ്ട് നളറക്ക് മആലിയായൊരു മഅനുണ്ട്. കണ്ണോട് ഇങ്ങനെ കാണുക മാത്രമല്ല, കണ്ടതിനെ കുറിച്ചിട്ട് പരിചിന്തനം നടത്തുക എന്ന് പറയുന്ന അവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ അവരെ ചിന്തിക്കുന്നില്ലേ? നോക്കി കണ്ടിട്ട് ആ കണ്ട കാര്യങ്ങൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും മസ്തിഷ്കത്തിലും വെച്ച് അവർ വിലയിരുത്തി അവർ ചിന്തിക്കുന്നില്ലേ? അവന്റെ എന്തിലേക്കാണ് നോക്കേണ്ടത്? ആയാതിഹി, അടയാളങ്ങളിലേക്ക്. ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് നേരെ വാക്കിന്റെ അർത്ഥം. അടയാളം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ
ഈ കാണുന്ന ആയാത്തുകൾ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഏതൊരു വസ്തുവിനെ നിങ്ങൾ എടുത്തു നോക്കിയാലും അത് അള്ളാഹു വെച്ചിട്ടുള്ളത് ഒരടയാളമായിട്ടാണ്. ഏതിലേക്കുള്ള അടയാളമാണ്? അവനിലേക്ക്, അവൻ നമുക്ക് ഇറക്കിത്തരുന്ന സത്യത്തിലേക്കുള്ള ഒരു അടയാളമാണ്. ഏത് വസ്തു നിങ്ങൾ എടുത്തു നോക്കിയാലും, എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് പരമാണു മുതൽ ഈ വലിയ വലിയ അണ്ഡകടാഹങ്ങൾ വരെയുള്ള ഏതിനെ നിങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ ഒരടയാളമുണ്ട്. ആ അടയാളം എന്തിനുള്ള അടയാളമാണ്? തദുല്ലു, അത് നമ്മെ ഡയറക്റ്റ് ചെയ്യുന്നത് അല അന്നഹുൽ വാഹിദു. ഇതിവിടെ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അതിന്റെ ഒരു കർത്താവുണ്ട്. ആ കർത്താവ് പലരാവാൻ പറ്റില്ല, ഒരുവനെ ആകാൻ പറ്റും. ഏകനായ ഒരു സൃഷ്ടാവിലേക്ക് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ദലീൽ, ഒരു അടയാളം, ഒരു കുറിമാനമാണത്. അതാണ് അതിന്റെ കാര്യം. ഉഫുഖിയ, ഉഫുഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രവാളത്തിനാണ് പറയാ. ഉഫുഖ്, ആഫാഖ്, ഹൊറൈസൺ, ചക്രവാളം. അത് ഒന്നും കൂടി ചുരുക്കി അത് കൗനീയത്താണ്. സഅദി റഹ്മത്തുള്ളാഹി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേക സെഗ്മെന്റിലുള്ളതിലേക്ക് ചുരുക്കിപ്പോയി. പക്ഷെ ഉഫുഖിൽ മാത്രമല്ല, കൗനിയാണ്, പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളാണ്. അത് ചിലപ്പോ ഉഫുഖിലുണ്ടാവും, ചിലപ്പോ നഫ്സിലുണ്ടാവും. ഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. അത് കാഫ്, ഇത് ഖാഫ്. രണ്ട് കാഫാണ്. ഒന്ന് ചെരിച്ച് പറഞ്ഞക്കെ, മറ്റൊന്ന് ഖാഫാണ്. ഉഫുഖ്. അപ്പോ ആയാത്ത് ഉഫുഖിയ, അതിലേക്ക് എന്തുകൊണ്ട് അവർ നോക്കുന്നില്ല? കൈ യഅ്തബിറു, അവർ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. വയസ്തദില്ലു ബിഹ, ആ ആയാത്തുകൾ കൊണ്ട് അവര് തെളിവ് പിടിക്കാൻ വേണ്ടി. എന്തിനുള്ള ദലീൽ? എന്തിലേക്കുള്ള ഒരു ഡയറക്ഷൻ? അലാമ ജുഇലത് അദില്ലതൻ അലൈഹി, അത് ഏതൊന്നിനുള്ള ദലീലാക്കിയിട്ടാണോ അള്ളാഹ് വെച്ചിട്ടുള്ളത് അതിലേക്കുള്ള തെളിവായിട്ട് അതിനെ എന്തുകൊണ്ട് അവർ കാണുന്നില്ല? അള്ളാഹ് ഏതൊന്നിലേക്കുള്ള തെളിവായിട്ടാ വെച്ചത്? ഇലൽ ഹഖ്, ഇലാ ഖാലിഖിഹി, ഈ വസ്തുക്കളുടെ സൃഷ്ടാവ്. ഇത് വെറുതെ ഉണ്ടാവില്ലല്ലോ. ഈ കാണുന്ന സങ്കീർണമായ, വളരെ രസകരമായ, വളരെ കൗതുകകരമായ, വളരെ പുതുമയുള്ള, അല്ലെങ്കിൽ നമുക്ക് പലതും അതിന് വിശദീകരണം കണ്ടെത്താൻ കഴിയാത്ത എന്തൊക്കെയോ അത്ഭുതങ്ങളുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ താൻ അവിടെ ഇങ്ങോട്ട് പുലരുക, താൻ ഇങ്ങോട്ട് വിരിഞ്ഞു വരിക എന്ന് പറയുന്നത് ഉണ്ടാവില്ലല്ലോ. അതുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയവൻ അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ടാക്കിയ അള്ളാഹുവിലേക്കാണ് അത് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് അവരെന്തുകൊണ്ട് അതിനൊരു തെളിവായിട്ട് കാണുന്നില്ല? യസ്തദില്ലൂന ബിഹ, അതിനെ അവർ തെളിവാക്കുന്നു, അതിനെ അവർ ഡയറക്ഷൻ, ഒരു മാർഗദർശിയാക്കി സ്വീകരിക്കുന്നു. ഏതിലേക്ക്? അലാമ, ഒന്നിലേക്ക്, അല്ലെങ്കിൽ ഒരുവനിലേക്ക്. ജുഇലത്ത് അദില്ലത്തനാലെ, ഈ തരത്തിലുള്ള ആയാത്തുകളെ തെളിവുകളാക്കിയിട്ടുണ്ട്, അടയാളങ്ങളാക്കിയിട്ടുണ്ട്. അലൈഹി, അവനുമേൽ, അല്ലെങ്കിൽ അതിനുമേൽ. അതിനുള്ള തെളിവായിട്ട് എന്തുകൊണ്ട് അവർ കാണുന്നില്ല? എന്നിട്ട് പറഞ്ഞു അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും, അങ്ങനെയുള്ള മിനൽ ആയാത്തിൽ ഉഫുഖിയ്യ വമിനൽ ആയാത്തിൽ കൗനിയ്യ അല്ലത്തി യുസ്തദല്ലു ബിഹാ അലാ മാ ജുഇലത് അലൈഹി, അത് ഏതൊന്നിനുള്ള കുറിമാനമായിട്ടാണോ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിന് ഉള്ള തെളിവായിട്ട്, കുറിമാനമായിട്ട് അവരെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അങ്ങനെയുള്ള തെളിവിൽപ്പെട്ടതാണ് അസ്സമ. ഇതെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇനി യാതൊരു പ്രയാസമല്ല. സമാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമായസ്മു, ഉയർന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. സമാ എന്ന് പറഞ്ഞാൽ ഉപരി, മീതുള്ള ലോകങ്ങളാണ്. മീതുള്ള ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ മീതുള്ള ലോകങ്ങളെ അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്, സംവിധാനിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക രൂപത്തിലാണ്. അത് ആ ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ല. ഫൗഖഹും, അവരുടെ മീതെയുള്ള ഏതൊരുവന്റെയും മീതെ, അവൻ എവിടെ കിടന്നാലും, ഏത് പ്രദേശത്ത് കിടന്നാലും, ഏത് ഭൂഖണ്ഡത്തിലുള്ളവനാണെങ്കിലും, ഏത് രാത്രിയാണെങ്കിലും, ഏത് പകലാണെങ്കിലും ആ ആകാശം അവന്റെ മീതെ ഉള്ളതാണ്. എന്നാൽ ഈ ആകാശത്തെ കുറിച്ച് അവൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ അത്ഭുതം തീരൂല. ഇത്രയും അത്ഭുതകരമായ, ഇത്രയും കൗതുകകരമായ ഒരു കാര്യം കണ്ടിട്ട് അത് താനുണ്ടായില്ലേ? അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. അങ്ങനെ ഏറ്റവും അധികം ആലോചിക്കേണ്ട ഒരു വിഷയം വരുമ്പോ അവിടെ ആലോചിച്ച് ബുദ്ധിമുട്ടാ നിൽക്കൂല, എല്ലാം അതിനാണ്ട് ഒഴിവാക്കി
ബൈപ്പാസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. വകഅയ്യിൻ മിൻ ആയത്തിൻ യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. ദൃഷ്ടാന്തങ്ങൾ, ഇങ്ങനെയുള്ള തെളിവുകൾ അത് എത്രയാണ് ഇവിടെ സ്ഥാപിച്ചു വെച്ചത്. അതിനെ ചവിട്ടി മെതിച്ച് അതിന്മേലൂടെ മെല്ലെ കടന്നു പോകും സൗകര്യപൂർവ്വം. അതിനെക്കുറിച്ച് ഒരിക്കലും ലാ യുൽഖീ ലഹാ ബാലൻ, ഒരു ശ്രദ്ധ, ഒരു അറ്റൻഷൻ അതിന് മനുഷ്യൻ കൊടുക്കൂല എന്നുള്ളതാണ്. ഐ ലാ യഹ്താജു ദാലിക അൻ-നളർ. അവലം യൻദുറു എന്ന് പറഞ്ഞ അവിടെ ലം യൻദുറു എന്നുള്ള പ്രയോഗം കൊണ്ടുവരാനുള്ള കാരണം അവർ നോക്കിയിട്ടില്ലല്ലേ, ഇത്രയും സൗകര്യമായിട്ട് നോക്കിയിട്ടില്ലല്ലേ. കാരണം ലാ യഹ്താജു ദാലിക അൻ-നളർ, അങ്ങനെയുള്ള നോട്ടവും പര്യാലോചനയും അതിന് ആവശ്യമില്ല. ഇലാ കുൽഫത്തിൻ, ഒരു പൈസന്റെ ചെലവില്ല. ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ 5 കാശിന്റെ ചെലവില്ല. കുൽഫത്ത് എന്ന് പറഞ്ഞാൽ ചെലവ് തന്നെയാണ്. പിന്നെ കുൽഫത്ത് എന്ന് പറഞ്ഞാൽ അടയാളം, കല എന്നുള്ളതിന് വരും കേട്ടോ. പിന്നെ കലഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലശലായ അനുരാഗത്തിന് പറയും. വാക്കുകളുടെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടിത്തിരിഞ്ഞു പോകും. ഇവിടെ കുൽഫത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവാണ്. ഒരു ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ, ഈ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് പറയാൻ കാരണം ആകാശം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്, എപ്പോഴും ഉള്ളതാണ്, എവിടെയുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല എന്തെങ്കിലും പൈസ ചെലവാക്കേണ്ട. വശദ്യറഹലിൻ ഇലാ കുൽഫത്തിൻ വലാ ശദ്യറഹലിൻ ശദ്ദുറഹലിൻ, വാഹനം ഒരുക്കി പോകേണ്ടതുമില്ല. റഹല് എന്ന് പറഞ്ഞാൽ നേരെ ഒട്ടകത്തിന്റെ പുറത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉറപ്പിച്ച് കെട്ടിവെക്കുന്ന ഒട്ടകക്കട്ടിൽ, ഒരു മക്സൂർ, ഒരു ചെറിയ ക്യാബിനാണ്. പണ്ട് കാലത്ത് ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ ദീർഘമായിട്ട് പോണ സമയത്ത് എന്ത് ചെയ്യും, അവർ ആ ഒട്ടകക്കട്ടില് ഒരു ചെറിയ ഒരു ക്യാബിൻ ഉണ്ടാക്കും. ആ ക്യാബിനിലാണ് ഇരിക്കുക. സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർ ആ ക്യാബിനിലാണ് ഇരുത്തുക. ദീർഘയാത്രക്ക് ക്യാബിൻ ആവശ്യമാണ്, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് വലയും. അങ്ങനെയുള്ളതിനാണ് റഹല് എന്ന് പറയാം. അങ്ങനെ എന്ത് ചെയ്യും, ആ ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോട്ട് ആ റഹലെടുത്തിട്ട് താഴേക്ക് ഇറക്കി വെക്കും. ഒട്ടകത്തെ മേയാനോ അല്ലെങ്കിൽ വെള്ളത്തിനോ ഒക്കെ വിടുന്നേരത്തെ അത് ഒഴിവാക്കി കൊടുക്കും. എന്നിട്ട് രണ്ടാമത് യാത്ര തുടങ്ങുമ്പോൾ അത് വീണ്ടും അതിന്റെ മുകളിൽ തന്നെ കയറ്റി വെച്ചിട്ട് കെട്ടിവെക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ ദീർഘമായി യാത്രക്ക് പോകുമ്പോൾ ശബ്ദറഹ്ലഹു എന്നായി. പിന്നെ വാഹനം ഈ ക്യാബിന് ഒട്ടകപ്പുറത്ത് വെക്കുന്ന ഒട്ടകക്കട്ടില് ഉറപ്പിച്ചു വെച്ചു. റഹൽ അവനാന്റെ ക്യാബിനിൽ നിസ്സരിച്ചോളി. അത് അപ്പൊ റഹല് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ക്യാബിനാണ്. നേരെ അത് ഒട്ടകത്തിന്റെ പുറത്ത് വെക്കുന്നതായിരിക്കും. അത് ഒരിടത്ത് ഇറക്കി വെച്ചിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇതാകാം. ഇപ്പൊ നമ്മളെ കാറ് എന്നൊക്കെ പറഞ്ഞ മാതിരി തന്നെ. ഇപ്പൊ ഇന്ന് നമുക്ക് ആ സ്ഥാനത്ത് ആ റഹലിന് പകരം ഇന്ന് നമുക്കുള്ളത് കാറാണ്. കുറച്ചും കൂടി സൗകര്യമുള്ള ക്യാബിനാണ്, എസിയും കൂടി കിട്ടും. صلوا في رحالكم لا تشد الرحال إلا إلى 3 مساجد. അങ്ങനെ നിങ്ങൾക്ക് ഒരു യാത്രന്റെ നെയ്യത്തോടു കൂടി വാഹനമൊരുക്കി അതിന്റെ പുറത്ത് ക്യാബിനൊക്കെ ഇട്ട് കാറ് പിടിച്ച് പെട്രോൾ അടിച്ച് പോകാവുന്നത് 3 സ്ഥലത്തേക്കേ പോകാൻ പറ്റുള്ളൂ. അത് ഇങ്ങനത്തെ ഒരു ശദ്ദുറഹലിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പൈസ ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ബൽ ഹുവ ഫീ ഗായത്തി സുഹൂല. ബൽ മറിച്ച്, ബൽ എന്നുള്ളത് അത്ഫാണ്. പക്ഷെ അത്ഫിന് പല അർത്ഥം വരും. ഇവിടുത്തെ അത്ഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്തിദ്റാക്കാണ്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോവുകയാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ മറിച്ച്. പക്ഷെ അത് ഒക്കെ ഏത് ഇനത്തിലാ പെടുക? അത്ഫിന്റെ അതാത്തിലായിട്ടാണ് അതിന് എണ്ണ. വാവ് ഫാവ് എന്നൊക്കെ എണ്ണൂല ആ കൂട്ടത്തില്. ബൽ മറിച്ച് അത് ഏതിലാണ് പെടുന്നത്? ഹുവ ഫീ ഗായത്തി സുഹൂല. ഹുവ അന്നളറു ഇലാ ആയാതിഹിൽ ഉഫുഖിയ്യ വൽ കൗനിയ്യ മിത്ല അസ്സമാവാത് വൽ അർദ്. ആകാശം പോലെ ഭൂമി പോലെയുള്ള അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ അല്ലെങ്കിൽ ഈ ചക്രവാളത്തിൽ അവർ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഫീ ഗായത്തി സുഹൂല, അങ്ങേ അറ്റം എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഫയൻദുറൂൻ, അപ്പൊ അതുകൊണ്ട് അവർ നോക്കണം. എങ്ങിട്ട് നോക്കണം? കൈഫ ബനൈനാഹ, അതിന്റെ ബിനാ, അതിന്റെ കൈഫിയത്താണ് നോക്കേണ്ടത്. ബനായ ബനി, നിർമ്മിച്ചു, നിർമ്മിതി. ബനൈന, നാം നിർമ്മിച്ചു. ഹ, ആകാശത്തെ. സമാ എന്നുള്ളത് മുഅന്നസാണ്. മുഅന്നസുൻ സമാഇ. മുഅന്നസ് നമ്മൾ 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹഖീഖി ഉണ്ട്,
മറ്റൊന്ന് മജാസി ഉണ്ട്, മറ്റൊന്ന് സമാഴി ഉണ്ട്. ഹഖീഖി എന്ന് പറഞ്ഞാൽ ശരിക്ക് പെണ്ണ് തന്നെയാണ്. ഉമ്മ, പെങ്ങൾ എന്നൊക്കെ പറയണമാതിരി, പശു. പിന്നെ ഒന്നുണ്ട് മജാസി, അതിനാണും പെണ്ണും തിരിയില്ല, പക്ഷെ നമുക്ക് അതിന് ഒരു ലക്ഷണമുണ്ട്. മർബൂത്തായ താ കണ്ടു, സാഅത്തുൻ, താവിലത്തുൻ, മജാസി. വേറൊന്ന് അങ്ങനത്തെ ലക്ഷണമൊന്നും കണ്ടില്ലെങ്കിലും അറബികൾ അതിനെ മുഅന്നസായിട്ട് പ്രയോഗിക്കും. അവരങ്ങനെ മുഅന്നസായി പ്രയോഗിച്ചതായിട്ടാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് സമാഇ മുഅന്നസ്, ഹഖീഖി വ മജാസി വ സമാഇ. സമാഇ മിനൽ മുഅന്നസി സമാഇ. ആ സമാ എന്നുള്ള വാക്കിന് അവര് സമാഴി പിന്നെ മുഅന്നസായിട്ടാണ് പ്രയോഗിച്ചു വന്നത്. അവർ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ? അതിലേക്ക് നോക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തോളം എളുപ്പമുള്ള കാര്യമാണ്. കൈഫ ബനൈനാഹ, അതിനെക്കുറിച്ച് അവർ നോക്കേണ്ടത് കൈഫ ബനൈനാഹ, ആ ആകാശത്തെ എങ്ങനെയാണ് നാം നിർമ്മിച്ചിട്ടുള്ളത്. എവിടെ ഒരിടത്തൊരു തൂണ് കാണില്ല. നമ്മളൊരു ചെറിയൊരു സ്ഥലത്ത് തൂണില്ലാത്തൊരു പള്ളി ഉണ്ടാക്കിയാൽ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ എഞ്ചിനീയറെ പുകഴ്ത്തുന്നു. അതിനെ കുറിച്ചിട്ട് ഭയങ്കര യൂട്യൂബിലൊക്കെ ഭയങ്കര പ്രചാരമാകുന്നു. എന്തെല്ലാണ് കാര്യങ്ങൾ, പുകലുകൾ, ഒരു കണക്കുമില്ല. എന്നാൽ ഇത്രയും വിശാലമായ, ഇത്രയും അനന്തമായി കിടക്കുന്ന ഈ ആകാശം, ഈ ആകാശത്തിന്റെ മേൽക്കൂരക്ക് എവിടെയും ഒരു തൂണ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. മിൻഗൈരി അഹ്മദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാവുന്ന ഒരു തൂണയിനില്ലല്ലോ. അപ്പൊ അതിന്റെ നിർമ്മിതിയെ കുറിച്ച്, അതിനെ നാം എങ്ങനെ നിർമ്മിച്ചു എന്നതിനെ കുറിച്ച് അവർ നോക്കുന്നില്ലേ? അത് ഖുബ്ബത്തൻ മുസ്തവിയ്യത്തൽ അർജ, അതിനെ ഒരു കമാന രൂപത്തിലാണ് അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ആകാശത്തെ അള്ളാഹു കമാന രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് രണ്ട് കാര്യത്തിലാണത് നമുക്ക് മനസ്സിലാവുക. ഒന്ന്, നമുക്ക് അനുഭവപ്പെടുന്ന നമ്മുടെ അനുഭവം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കും. ആകാശത്തെ മൊത്തം നോക്കുമ്പോൾ അത് നമ്മൾ നിൽക്കുന്ന ഈ ലോകത്തെ മൂടിയിട്ട് ഒരു കമാന രൂപത്തിൽ മൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അനുഭവപ്പെടുന്നിടത്ത് അത് കമാന രൂപത്തിലാണ്. പിന്നെ അതിനെ കുറിച്ചിട്ട് അങ്ങനെയാണ് ആസാറുകളിൽ, അഹാദീസുകളിൽ, ആസാറുകളിൽ വന്നിട്ടുള്ളത്. ആകാശത്തെ കുറിച്ച് പറയുന്നിടത്ത് ഹദീസിൽ പറഞ്ഞു, അത്വത്തിസ്സമ വഹുഖ്ഖലഹാ അൻ തഇത്, ആകാശം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വഹുഖ്ഖലഹാ അൻ തഇത്, അതിന് കരയാൻ, അങ്ങനെ ശബ്ദമുണ്ടാക്കാൻ അത് തീർത്തും തരപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്? കാരണം ആകാശത്തിൽ അത്രമേൽ ആകാശവാസികളാൽ അത് നിബിഡമാണ്. ഒരു 4 പേരിൽ വെക്കാവുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ട്. അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയോ സുജൂദ് ചെയ്യുകയോ നിന്ന് നമസ്കരിക്കുകയോ ചെയ്യുന്ന അള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നിബിഡമാണ്. ആകാശവാസികളെ ആധിക്യം കൊണ്ട് അത്രയും നിബിഡമായതിനാൽ, സാന്ദ്രതയുള്ളതിനാൽ അത് കരയാണ്. അങ്ങനെ കരയാ എന്ന് പറയണമെങ്കിൽ ആ നിർമ്മിതിയുടെ ഒരു വകുപ്പ് എന്ത് വേണം? അത് മുഖബ്ബത്തായിരിക്കണം. അപ്പോ തഇത്തു എന്നതിന്റെ ലുസൂമിയായ മഅനയാണ് അസ്സമാഉ ഷൈഉൻ മുഖബ്ബബ്, ഖിബാബ് രൂപത്തിലുള്ളതാണ്. അത് എവിടുന്ന് കിട്ടിയത്? അത് അറബിയത്തുണ്ടെങ്കിൽ ഇത് കിട്ടും. നമുക്കൊരു പക്ഷെ കിട്ടുന്നില്ലെങ്കിൽ അത് മിനൽ ഉജ്മ, നമുക്കത് ഉജ്മത്ത്, നമ്മളെ അറബിയത്ത് നമുക്കില്ലാത്തത് കൊണ്ടാണ് നമുക്കത് കിട്ടാത്തത്. ഇല്ലെങ്കിൽ അത്ത വഹുഖ്ഖലഹ അൻ തഇത് എന്ന് പറയുന്ന ആ ഒരു പരാമർശത്തിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ നമ്മുടെ പരിമിതമായ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവത്തിൽ അത് മുഖബ്ബബാണ്, കമാല രൂപത്തിലുള്ളതാണ്. അതേ സന്ദർഭത്തിൽ ആസാറുകളിൽ വന്നിട്ടുള്ള ആസാറുകൾ പരിശോധിച്ചാൽ അവയുടെ ലുസൂമിയായ മഅനപ്രകാരവും അതെന്ത് തന്നെയാണ്? അത് മുഖബ്ബബാണ്. അപ്പോ അത് ഖുബ്ബത്താണ്. എന്നിട്ട് മുസ്തവിയത്തുൽ അർജ, അതിന്റെയും പ്രത്യേകത അതിന്റെ അർജകൾ മുസ്തവിയത്താണ്, സമഭുജ രൂപത്തിലുള്ളതാണ്. അർജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗങ്ങൾ ഒന്ന്, അങ്ങനെയാണ്. റജൻ ജംഉഹു അർജ എന്നാണ്. അർജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഈ ഖുബ്ബയുടെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേ ദൂരാണ് ഉണ്ടാകുക.
അതിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേ അകലാണ് ഉണ്ടാകുക. ഒരേ റേഡിയസ് ആണ്. അപ്പൊ അതിന് സമഭുജം എന്നാണ് പറയാ. ശരിക്കും അതിന്റെ ആംസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ല, ഒരു ഭാഗത്ത് കുറെ നീണ്ടു കിടക്കണം, ഒരു ഭാഗത്ത് അത്രല്ല, അങ്ങനെയല്ല. ആകാശം എന്ന് പറഞ്ഞാൽ സമഭുജത്തോട് കൂടിയിട്ടുള്ള മുസ്തവിയത്തുൽ അർജ ആയിട്ടുള്ള ഖുബ്ബയാണ്. സാബിതത്തുൽ ബിന മാത്രമല്ല, അതിന്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ അത്രയും ഫേമാണ്. സാബിത്തത്ത് ഫേമാണ്, ഉറപ്പുള്ളതാണ്. അപ്പൊ ആകാശത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? ആകാശത്തെ എങ്ങനെയാണ് നാം നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്? അതിന്റെ രൂപം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഷേപ്പ് പറയുകയാണെങ്കിൽ ഖുബ്ബയാണ്. ഖുബ്ബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുസ്തവിയത്തുൽ അർജ ആണ്. അതിന്റെ അർജാകൾ, അതിന്റെ ഓരോ കോർണറുകളും, അതിന്റെ ഓരോ വശങ്ങളും, അതിന്റെ ഓരോ ഭുജവും സമമാണ്, ഈക്വൽ ആയിട്ടുള്ളതാണ്. സാബിത്തത്തുൽ ബിന, അതിന്റെ ബിന എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ആടിക്കളിക്കണില്ല, ഇളകി മറിയണില്ല, ഒന്നുമില്ല. മറിച്ച് സാബിത്ത ഫേമാണ്. അതിന്റെ നിർമ്മിതി അത്രയും സ്ഥിരതയുള്ള ഉറപ്പുള്ളതാണ്, ഭദ്രമാണ്. മുസയ്യനത്തുൻ ബിന്നുജൂം മാത്രമല്ല, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു അലങ്കാരമുള്ളതാണ്. മുസയ്യനത്ത് അത് അഡോൺഡ്, അലങ്കൃതമാണ്. സയ്യന യുസയ്യനു, സീനത്ത് ചേർത്ത് കൊടുത്തു. സീനത്ത് അലങ്കാരം, സയ്യന അലങ്കരിച്ചു. മുസയ്യനുൻ അലങ്കരിക്കുന്നവൻ. സാധാരണ ബാർബർക്ക് ഒരു പറയാം മുസയ്യന് എന്നാ പറയാം, ഹല്ലാക്ക് അല്ലെങ്കിൽ മുസയ്യന്. ഒരാളെ നമ്മള് കോലല്ലാത്തൊരുത്തന് താടിയും മൊഴിയും ചപ്പറൊക്കെ ആയിട്ടുള്ള ഒരുത്തനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചൊറുക്കലും കെട്ടി തിരിച്ചു തരുന്നത് കൊണ്ട് അയാൾക്ക് പറയും മുസയ്യൻ എന്നാ പറയാം. ബ്യൂട്ടീഷ്യൻ, അതെ, ബ്യൂട്ടീഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ. അത് മുസയ്യിൻ ഇസ്മു ഫാഇലാണ്. അതിന്റെ ഇസ്മു മഫ്ഊൽ മുസയ്യൻ, അലങ്കരിക്കപ്പെട്ടതാണ്, മുസയ്യനത്താണ്. ആകാശം എന്ന് പറഞ്ഞാൽ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുകയാണ്. അവിടെ ആ ആകാശത്തിന് അണിയിച്ചൊരുക്കാൻ വേണ്ടി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്, അതിന് കെട്ടിക്കൊടുത്തിട്ടുള്ളത് ബിൻ നുജൂം, നക്ഷത്രങ്ങളാണ്, താരങ്ങൾ കൊണ്ടാണ്. ആ നക്ഷത്രങ്ങൾ അൽ ഹുന്നസ്, പിൻവാങ്ങുന്ന നക്ഷത്രങ്ങളാണ്. ഇങ്ങനെ വന്ന് അതേമാതിരി പിൻവാങ്ങിപ്പോകും. അവയുടെ ആ ചലനം ഒരു ഭയങ്കര രസമാണ്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ്. സൂറത്തു തക്വീറിൽ അള്ളാഹു പറഞ്ഞ ആ കാര്യത്തിലേക്കാണ് ഇഷാറ. ഇതിലുള്ളതൊക്കെ അതേമാതിരി വേറെ അവിടെ ഇവിടെയും വന്നിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ഉപജീവിക്കുകയാണ് ചെയ്യുന്നത്. മൂപ്പരുടെ വാക്കുകളല്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോ ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മുഖബ്ബത്താണ്. മുഖബ്ബത്ത് കിട്ടിയത് എവിടുന്ന് ചോദിച്ചു, അതിന് രണ്ട് തെളിവ് ഞാൻ പറഞ്ഞു. ഒന്ന് ബിൽ മുഷാഹദ, നമ്മുടെ അനുഭവത്തിൽ നിന്ന്. രണ്ടാമത്തേത് ബിൽ മഅനൽ ലുസൂമി ലിൽ ആസാർ, ആസാറുകൾക്ക് കിട്ടുന്ന, ആസാറുകൾ നമുക്ക് നൽകുന്ന ലുസൂമിയായ മഅന കൊണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസറാണ് അത്തത്തിസ്സമ വഹുഖലഹ അൻതഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ്. പിന്നെ ആ ഖുബ്ബ എന്ന് പറഞ്ഞാൽ മുസ്തവിയത്തുൽ അർജ ആണ്. അതിന്റെ എല്ലാ മൂലകളിലേക്കും, എല്ലാ ഭാഗങ്ങളിലേക്കും, എല്ലാ കോർണറുകളിലേക്കും, എല്ലാ ഭുജങ്ങളിലേക്കും ഒരേ ദൂരമാണ്. ഭുജത്തോട് കൂടിയിട്ടുള്ളതാണ്. അതിന്റെ അടുപ്പ് നോക്കുകയാണെങ്കിൽ സാബിതത്തുൽ ബിന, അതിന്റെ നിർമ്മിതി വളരെ ഫേമാണ്. പിന്നെ മുസയ്യന, അത് അലങ്കരിക്കപ്പെട്ടതാണ്. സമാ മുസയ്യന, ഇവിടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മുസ്തവിയത്ത്, അത് ഖുബ്ബത്തുൻ എന്ന് പറഞ്ഞു. ആകാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഖുബ്ബത്തുൻ, മുഖബ്ബബ് എന്ന് പറഞ്ഞില്ല, മുഖബ്ബബത്ത് അല്ലെങ്കിൽ ഖുബ്ബത്ത് എന്ന് പറയണം. ആകാശം സ്ത്രീലിംഗാണ്. അപ്പൊ അതിനനുസരിച്ച് വാക്കുകളൊക്കെ മുഅന്നസാക്കി. മുസ്തവിയത്തുൻ, സാബിതത്തുൻ, മുസയ്യനത്തുൻ ഇങ്ങനെ പറഞ്ഞു. കാരണം നമ്മൾ പറയണത് ഏതിനെ കുറിച്ചാണോ പറയണത്? മുദക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഫി സീഖത്തിൽ മുദക്കർ, മുഅന്നസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഫി സീഖത്തിൽ മുഅന്നസ്. ഇവിടെ നമ്മൾ പറയുന്നത് നതകല്ലമു അനിസ്സമാ വഹിയ മുഅന്നസ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ എന്തായിരിക്കണം? അത് മുഅന്നസാക്കണം. അതുകൊണ്ടാണ് ഇതാക്കിയത്. ഖുബ്ബ, മുസ്തവിയ, സാബിത, മുസയ്യന. മുസയ്യനത്തും ബിൻ നുജൂം അൽ ഖുന്നസ്, പിൻവാങ്ങുന്ന നക്ഷത്രങ്ങൾ. വൽ ജവാരിൽ കുന്നസ്, ആ നക്ഷത്രങ്ങളെ കുറിച്ച് പിന്നെ രണ്ട് വിശേഷണങ്ങൾ കൂടി പറഞ്ഞു. അൽ ജവാരി, അവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ചരിക്കുന്ന നക്ഷത്രമാണ്. ഓരോരുത്തർ ഇങ്ങനെ നിൽക്കല്ല, അത് ആകാശമാകുന്ന ആ കടലിൽ നീന്തി സഞ്ചരിക്കുന്നവയാണ്. അൽ കുന്നസ്, അപ്രത്യക്ഷമാകുന്നവയാണ്. ഹുന്നസ് പിൻവാങ്ങുക, വിട്രോ ചെയ്യുക.
പിന്നെ പിശാചുക്കളുടെ സ്വഭാവം പറയുന്നിടത്തും ഈ വാക്ക് വന്നല്ലോ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാത്തി ഫിൽ ഉഖദ്. ഏത് സൂറത്തിലാ ഏതാ പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസ്, ആ വസ്വാസ് ഉണ്ടാക്കുന്ന ആരുടെ വസ്വാസാണ്? ഖന്നാസ്. മനസ്സിൽ വന്നിട്ട് വേണ്ടാത്ത എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഇട്ടിട്ട് നമ്മൾ തിരിഞ്ഞ അപ്പം പിൻവാങ്ങും, പിന്നെ അവനെ കാണൂല. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹിന്റെ ദിക്ർ കേട്ടാൽ പിന്നെ അവനാണ്ട് ഉരുകിപ്പോകും, അവനവിടെ നിൽക്കൂല. അതുകൊണ്ട് അതിന്റെ മുമ്പ് ആള് സ്ഥലം വിടും. അപ്പോ അൽ ജവാരിൽ കുന്നസ്, ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്തിന്റെ ഈ കടലിലൂടെ, ഈ നീലിമയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവയാണ് അൽ കുന്നസ്. അവർ അപ്രത്യക്ഷമാകുന്നതാണ്. കുന്നസ് എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുന്ന, ഗായിബത്താണ്. അപ്പൊ പകല് വരുമ്പോ അപ്രത്യക്ഷമാകും. രാത്രിയിൽ തന്നെ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലം വരെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകും. അവ വരുന്ന അതേ ഒരിടത്ത് നിൽക്കുന്നതിന് പകരം അവ പിൻവാങ്ങും. ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങളാണ്. التي ضربت من الأفق إلى الأفق في غاية الحسن والملاحة. التي ضربت, ഈ നക്ഷത്രങ്ങൾ മദ്റൂബത്തുൻ, അവ അവിടെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അവയെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, അവയെ നിർണയിച്ചിട്ടുണ്ട്. അവിടെ ളുരിബത്ത് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ സ്ഥാനങ്ങൾ അവൻ നിശ്ചയിച്ചു എന്നർത്ഥം. അടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചു. അത് അറബിയിലെ പ്രയോഗമാണ്. അത് കുറച്ചുകൂടി എൻ്റെ എത്തണം, അപ്പോഴേ അത് ദഹിക്കുള്ളൂ. അല്ലെങ്കിൽ അറബക്ക് അർത്ഥം പറഞ്ഞാൽ കിട്ടൂല, കുറച്ചുകൂടി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഈ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഹിയ ളുരിബത്ത് എന്ന് പറഞ്ഞാൽ വഹിയ മദ്റൂബ, ഐ ബിമഅന അന്നഹു സഖറഹ മുസഖറ. അങ്ങനെ അല്ലാഹു ആ രൂപത്തിൽ അതിനെ നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അത് മിനൽ ഉഫുഖ്, അവയെ അള്ളാഹ് നിശ്ചയിച്ചത്, അള്ളാഹു അവയെ നിർണയിച്ചത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് സ്ഥാപിതായി നിൽക്കാനല്ല, മറിച്ച് അവ ചലിക്കണം, ജവാരിയത്താണ്. അത് മിനൽ ഉഫുഖ് ഇലൽ ഉഫുഖ്, ചക്രവാളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ, ഒരു ചക്രവാളം മുതൽ മറ്റൊരു ചക്രവാളം വരെ. അത് തന്നെ അവയെ വിന്യസിക്കുകയും അവ ചലിക്കുകയും അവ പിൻവാങ്ങുകയും അവ പ്രത്യക്ഷമാവുകയും അവ ഉദിക്കുകയും അവ സ്തമിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഫീ ഗായത്തിൽ ഹുസ്നി വൽ മലാഹ, അങ്ങേ അറ്റത്തെ ഹുസ്ന്. ഹുസ്ന് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. വൽ മലാഹത്തി, മലാഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമണീയത എന്നാണ് പറയാം. മല്ലാഹത്ത് വേറെ കേട്ടോ, അത് സെയിലിംഗ് ആണ്. ഏത് കപ്പല് കടലിൽ ഇറക്കണ പണിക്കാണ്, അത് വേറെ വാക്കാണ്. ഇത് മലാഹത്ത്. റജുലുൻ മലീഹ്, എന്താ മലീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽഹ്, അത് മിൽഹിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത്. മിൽഹ് എന്ന് പറഞ്ഞാൽ ഉപ്പ്. ഭക്ഷണത്തിന് ഒരു സ്വാദുണ്ടാകണമെങ്കിൽ അതിൽ ഉപ്പ് ചേർക്കണം. അപ്പൊ ഒരു മനുഷ്യനെ കുറിച്ച് പറയും റജുലുൻ മലീഹ് എന്ന് പറഞ്ഞാൽ വളരെ സെൻസ് ഓഫ് ഹ്യൂമർ, വളരെ ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, നല്ല ഒരു നർമ്മബോധമുള്ള മനുഷ്യനാണ്, രസികൻ. നമ്മൾ അറിയില്ല, ഒരു രസികനാണ്. അത് ഇങ്ങനത്തെ വസ്തുക്കളിലേക്ക് നമ്മൾ പറയുമ്പോൾ അതിന് മലയാളം ചേർത്ത് കൊടുക്കുക രമണീയമായിട്ടുള്ളത് എന്നാണ്. വളരെ രമണീയമാണ്. അതിനാണ് ഇവിടെ മലാഹത്ത് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അസ്വല് മിനൽ മിൽഹി. മിൽഹി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉപ്പാണ്, ഉപ്പെന്നാണ് വരുന്നത്. അപ്പൊ അത്രയും രമണീയമായിട്ടുള്ള, അത്രയും ഹുസ്ന്, സൗന്ദര്യമുള്ള, അങ്ങേയറ്റത്തെ സൗന്ദര്യം, അങ്ങേയറ്റത്തെ രമണീയതയോട് കൂടി ചക്രവാളത്തിൽ നിന്ന് ചക്രവാളത്തിലേക്ക് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ അവിടെ സംവിധാനിച്ച, നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അള്ളാഹു. ലാ തറാ ഫീഹാ ഐബൻ, ആ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നീ മുഴുവനും കൃത്യമായി നിന്റെ കണ്ണ് വായിച്ചു നോക്കൂ, നിന്റെ ചെവി തുറന്നു വെക്കൂ, അതിന്റെ ശബ്ദങ്ങൾ നീ കേൾക്കൂ, അത് നീ മനസ്സ് തുറന്നു വെക്കൂ, അത് നിന്നോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ആവാഹിക്കൂ, കണ്ടു നോക്കൂ. അങ്ങനെ വാതായനങ്ങൾ തുറന്നു പിടിച്ചാൽ ലാ തറാ ഫീഹാ ഐബൻ, എങ്ങാനും ഒരിടത്ത് ഒരു ഐബ്, ഒരു കുറവ് നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല. വലാ ഫുറൂജൻ, എവിടെയെങ്കിലും ഒരു വിടവ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. ഫുറൂജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുവചനമാണ്, വിടവുകൾ. വലാ ഖിലാലൻ,
ഹിലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷക്കുകൾ, പിളർപ്പുകൾ കാണാൻ കഴിയില്ല. വല ഇഖ്ലാലൻ, എവിടെയെങ്കിലും ഒരു ഹലല്, വൈകല്യങ്ങൾ കാണാൻ കഴിയില്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ സംവിധാനിച്ചിട്ടുള്ളത്. ആ ആകാശത്തിലേക്ക് നോക്കാൻ എന്തെങ്കിലും ചെലവുണ്ടോ നിങ്ങൾക്ക്? അതിനൊരു യാത്ര ഒരുങ്ങി പോകേണ്ടതുണ്ടോ? അതിന് വേറെ പ്രത്യേകമായൊരു സമയം നോക്കി കണ്ടിട്ടുണ്ടോ? സദാ എങ്ങും എവിടെയും എപ്പോഴും ആർക്കും കിട്ടുന്ന ഒരു വസ്തു എന്തുകൊണ്ട് അവർ ചിന്തിച്ചില്ല? അതിലേക്ക് ഈ ഇത്തരത്തിലുള്ള ആയാത്തുൻ ഉഫുഖിയ്യ വൽ കൗനിയ്യ, അതിലേക്ക് അവരുടെ മനസ്സും കാതും കണ്ണും അവർ തുറന്നു പിടിച്ചില്ല എന്നതാണ് ഹക്ക് വന്നപ്പോൾ ഹക്ക് സ്വീകരിക്കാൻ അവർക്ക് പറ്റാതായ കാരണം. ഈ സംവിധാനം ആദ്യം ഇത് നമ്മളൊരു പശ്ചാത്തലം ഒരുക്കേണ്ടതായിരുന്നു. അപ്പോ സാദി കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ സെൻസ് കിട്ടുന്നുണ്ടല്ലോ. അതാണ് തഫ്സീറിന്റെ പ്രത്യേകത. മുഴുവനാവിലെ അവിടെ വെച്ച് നിർത്താൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.